Good evening all. May 17 നടക്കുന്ന KEAM എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. 960 ഔട്ട് ഓഫ് 960 എന്ന എയിമിൽ 10 യൂണിറ്റ് ആയിട്ട് തിരിച്ച് നമ്മൾ 25 ക്വസ്റ്റ്യൻ വീതമുള്ള സെറ്റ് ഡിസ്കഷൻ ആണ് നടക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ നമുക്കറിയാം മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഫ്രിക്ഷൻ, വർക്ക് എനർജി പവർ, സർക്കുലാർ മോഷൻ. ഈ ടോപ്പിക്കിൽ വരാവുന്ന വളരെ സിമ്പിളായതും എന്നാൽ വളരെ എമർജൻസി ആയതുമായ ചില ഏരിയ നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യുന്നു. ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് എങ്ങനെ ചെയ്യുന്നു, എത്ര ട്രിക്കി ആയിട്ട് ചെയ്യുന്നു, എത്ര എളുപ്പത്തിൽ ചെയ്യുന്നു എന്ന ഐഡിയ ആണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ കവർ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല, ആ ക്വസ്റ്റ്യൻ വന്ന ഐഡിയ, അതിൻ്റെ തിയറി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് അത് സ്ട്രോങ് ആക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. നമുക്ക് ഒരുപാട് ടൈം കളയാനില്ല, വളരെ സ്പീഡിൽ നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ദറ്റ് ഇസ് ബേസ്ഡ് ഓൺ ആവറേജ് വെലോസിറ്റി ഓഫ് എ ബോഡി. ആവറേജ് വെലോസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടോട്ടൽ ടൈം ടേക്കൺ. ആ ഒരൊറ്റ ഐഡിയ വെച്ചിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റിൻ്റെ സ്ട്രക്ചറാണത്. അതിൽ 4-5 പോസിബിലിറ്റി ഉണ്ട്. നോക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് അലോങ് എ റെഗുലർ ഹെക്സഗൺ A B C D E F in the same order. Then the magnitude of the average velocity for its motion from A to 5 ഓപ്ഷൻ ഉണ്ട്. അതിൽ A to B, A to C, A to D, A to E, A to F 5 പോയിന്റിലേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുമ്പോൾ ആക്ച്വലി കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നല്ല, കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവും. ഈ ലെങ്ത് AB എന്ന് പറയുന്ന X എടുക്കുവാണെങ്കിൽ AC എന്ന ലെങ്ത് അത് √3x ആയിരിക്കും. √3x ഹെക്സഗൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ ലെങ്ത് 2x ആയിരിക്കും. ഇതും √3x ആയിരിക്കും. ഈ ലെങ്ത് x ആയിരിക്കും. A to Bയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് x ആണെങ്കിൽ A to Cയിലെ √3x ആണ്. A to Dയിൽ 2x ആണ്. A to Eയിൽ √3x ആണ്. A to Fയിൽ തീർച്ചയായിട്ടും x തന്നെയാണ്. നമുക്ക് A to B ആണ് വേണ്ടതെങ്കിൽ A to B the uniform velocity v is equal to x by t എന്ന് കിട്ടും. T is the time taken to cover the first distance x. A to C ആണ് എടുക്കുന്നതെങ്കിൽ x by √3x divided by 2 times t എന്നാണ് വരിക. അതിൽ x by t v ആയതുകൊണ്ട് √3v by 2. A to D ആണ് എടുക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 2x ഡിവൈഡ് ബൈ 3t ആണ്. അത് 2v by 3 എന്ന് കിട്ടും. അഗെയിൻ A to D ആണ് എടുക്കുന്നതെങ്കിൽ A to E എടുക്കുമ്പോൾ അത് √3x ഡിവൈഡഡ് ബൈ 4t എന്ന് കിട്ടും. √3v by 4 ആണ്. ലാസ്റ്റ് A to F വരുമ്പോൾ അഗെയിൻ x ഡിവൈഡ് ബൈ 5 ടൈംസ് t എന്ന് കിട്ടും. അത് v by 5 എന്ന് കിട്ടും. Only one idea. Average velocity of a body is always the ratio between a total displacement and total time taken. A to B, A to C, A to D, A to E and A to F. Total displacement x by t √3x by 2t ആണ് അവിടെ വരിക. അതിൽ √3x by 2t x by t v ആയതുകൊണ്ട് √3v by 2, 2v by 3, √3v by 4. Here answer is option 1. A to F is equal v by 5 is only right answer. അപ്പോൾ എക്സാമിന് A to B, A to C, A to D, A to E, A to F ഏത് വേണമെങ്കിലും ആവശ്യപ്പെടാം. ആൻസർ ഈസ് ബേസ്ഡ് ഓൺ ദ ബേസിക് ഫോർമുല. ആവറേജ് വെലോസിറ്റി ഇസ് റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടോട്ടൽ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ x, അടുത്ത് √3x, 2x, √3x, x. ആ റെപ്പറ്റീഷൻ അത് ഹെക്സഗൻ്റെ പ്രോപ്പർട്ടി മാത്രമാണ്. മാത്തമാറ്റിക്കൽ ടച്ച് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്തു പോകാവുന്നതാണ്. ചെയ്യുന്ന മെത്തേഡിന് മാത്രമല്ല പ്രാധാന്യം, അത് എത്ര വിദഗ്ധമായിട്ട് ട്രിക്കി മെത്തേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എ ബോഡി ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് മീൻസ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് 0. ഇറ്റ് ടേക്സ് ടൈം t1 to reach the grounds. The time taken to cover the first half of the height. h total height ആണെങ്കിൽ t1 എന്ന് പറയുന്നത് t1 is equal to √2h by g അല്ലേ. ഫ്രീലി ഫാളിംഗ് ബോഡി ഗ്രൗണ്ടിൽ വരുന്ന ടൈം എന്നല്ല, h ഹൈറ്റ് കവർ ചെയ്യുന്ന ടൈം എടുക്കുന്ന t is equal to √2h by g ആണ്. ഫസ്റ്റ് ഹാഫ് എടുക്കുമ്പോൾ അത് t2 ആണെങ്കിൽ √2h ഡിവൈഡഡ് ബൈ 2g എന്ന് കിട്ടും. അത് √h by g അല്ലേ.
അത് ആക്ച്വലി T1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് കിട്ടും. T1 is equal to root 2h by g and T2 is equal to root h by g. h height ആണെങ്കിൽ root 2h by g. h by 2ൽ നമ്മൾ hന് പകരം h by 2 ഇടുന്നു. അപ്പോൾ അത് root h by g ആണ്. T1 by root 2 is equal to T2 is the right answer. Based on motion under gravity, freely falling body ആണെങ്കിൽ h height കവർ ചെയ്യുന്ന ടൈം കാണാൻ root 2h by g എന്ന ഫോർമുല from the equation s is equal to ut plus half at square. u can be taken as 0. a can be taken as g. s is equal to ut plus half gt സ്ക്വയറിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ഹാഫ് h by 2 എടുക്കുമ്പോൾ T2 T1 കണക്ഷൻ കിട്ടുമെന്നാണ്. നെക്സ്റ്റ് വൺ അതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. A varying speed without having varying acceleration. An object may have എന്നാണ്, must be എന്നല്ല. Varying speed without having varying acceleration. Varying speed means it is accelerated motion. Acceleration ആണ് എന്നേ ഉള്ളൂ. Without having varying acceleration. Acceleration vary ചെയ്യണമെന്ന് കമ്പൽസറി അല്ല. Varying speed means magnitude of velocity changes means motion is accelerated means acceleration can be constant or variable. So first statement is correct. Varying velocity without having varying speed. Varying velocity means magnitude or direction. Speed vary ചെയ്യണമെന്നില്ല, velocity vary ചെയ്യാൻ velocityയുടെ magnitude constant ആകുകയും direction മാറ്റം വരികയും ചെയ്താലും velocity variation ആണ്, അതും പോസിബിൾ ആണ്. നോൺ സീറോ ആക്സിലറേഷൻ വിത്തൗട്ട് ഹാവിങ് വേരിയിങ് വെലോസിറ്റി. വെലോസിറ്റിക്ക് വേരിയേഷൻ വരാതെ ഒരു കാരണവശാലും നോൺ സീറോ ആക്സിലറേഷൻ വരികയില്ല. നോൺ സീറോ ആക്സിലറേഷൻ മീൻസ് ആക്സിലറേഷൻ ഈസ് നോട്ട് സീറോ. ദറ്റ് മീൻസ് വെലോസിറ്റി മസ്റ്റ് ചേഞ്ച് വിത്തൗട്ട് ഹാവിങ് വേരിയിങ് വെലോസിറ്റി. ദറ്റ് ഈസ് ഇൻകറക്റ്റ്. ഫോർത്ത് വൺ, നോൺ സീറോ ആക്സിലറേഷൻ വിത്തൗട്ട് ഹാവിങ് വേരിയിങ് സ്പീഡ് പോസിബിൾ ആണ്. നോൺ സീറോ ആക്സിലറേഷൻ നോൺ സീറോ ആകാൻ സ്പീഡ് വേരി ചെയ്യണമെന്നില്ല, മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യണമെന്നില്ല, ഡയറക്ഷൻ വേരി ചെയ്താൽ മതി, വെലോസിറ്റി വേരി ചെയ്താൽ മതി. സോ ഫോർത്ത് വൺ ഈസ് ഓൾസോ കറക്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് കറക്റ്റ് എന്നാണ്. 1, 2 and 4 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. തേർഡ് വണ്ണിൽ നോൺ സീറോ ആക്സിലറേഷൻ വിത്തൗട്ട് ഹാവിങ് വേരിയിങ് വെലോസിറ്റി. വെലോസിറ്റിക്ക് വേരിയേഷൻ വരാതെ ഒരു കാരണവശാലും ആക്സിലറേഷൻ ഉണ്ടാവുന്നതല്ല. വെലോസിറ്റി വേരിയേഷൻ മീൻസ് സ്പീഡ്, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഏതെങ്കിലും ഒന്നിൽ ചേഞ്ച് ഉണ്ടാകണമെന്നാണ്. Next one, number 4, based on graph, acceleration time graph. The acceleration time graph of a particle moving along a straight line is as shown in the figure. At what time the particle occurs its initial velocity. ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളൂ. Area under AT graph gives change in velocity always. Area under acceleration time graph gives change in velocity always. ഏരിയ എടുക്കുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് കിട്ടുന്നത്. ഇനിഷ്യൽ വെലോസിറ്റിയോട് ഈക്വൽ ആയ ഫൈനൽ വെലോസിറ്റി. അറ്റ് വാട്ട് ടൈം ദ പാർട്ടിക്കിൾ അക്കേഴ്സ് ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി മസ്റ്റ് ബി സീറോ മീൻസ് ടോട്ടൽ ഏരിയ മസ്റ്റ് ബി സീറോ. ടോട്ടൽ ഏരിയ സീറോ വരണമെങ്കിൽ ആദ്യ 4 സെക്കൻഡ്സിലെ ഏരിയ അടുത്ത 4 സെക്കൻഡ്സ് വന്നേ പറ്റുള്ളൂ. പോസിറ്റീവ് ഏരിയ ഇൻ ദ ഫസ്റ്റ് 4 സെക്കൻഡ്സ് മസ്റ്റ് ബി ഈക്വൽ ടു നെഗറ്റീവ് ഏരിയ ഇൻ ദ നെക്സ്റ്റ് 4 സെക്കൻഡ്സ്. ടോട്ടൽ ഏരിയ സീറോ ആകണമെങ്കിൽ ഫസ്റ്റ് 4 സെക്കൻഡ്സിലെ ഏരിയ നെക്സ്റ്റ് 4 സെക്കൻഡ്സിൽ റിപ്പീറ്റ് ചെയ്തിരിക്കണം വിത്ത് നെഗറ്റീവ് സൈൻ. സോ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ പ്രോഗ്രാം ഈസ് 8 സെക്കൻഡ്സ്. ആൻസർ ക്യാൻ ബി ടേക്കൺ വിത്തൗട്ട് എനി കാൽക്കുലേഷൻ. ആദ്യ 4 സെക്കൻഡിൽ എത്ര ഏരിയ സബ്റ്റൻഡ് ചെയ്തോ അത്രയും ഏരിയ താഴെ വന്നെങ്കിലേ ടോട്ടൽ ഏരിയ സീറോ വരുള്ളൂ. ടോട്ടൽ ഏരിയ സീറോ വന്നെങ്കിലേ ചേഞ്ച് ഇൻ വെലോസിറ്റി സീറോ വരുള്ളൂ. ചേഞ്ച് ഇൻ വെലോസിറ്റി സീറോ വന്നെങ്കിലേ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഈക്വൽ ആവുള്ളൂ. ഇനിഷ്യൽ ഫൈനൽ ഈക്വൽ ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി സീറോ ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ഏരിയ അണ്ടർ AT ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ആൻസർ വളരെ സിമ്പിളായിട്ട് എടുക്കാം, കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിഫ്ത്ത് വൺ, 2 cars are moving in the same direction with the same speed 30 km/h. They are separated by 5 km. What is the speed of the third car moving in opposite direction if it meets the 2 cars at an interval of 4 minutes? നമ്മൾ ആദ്യം സെയിം ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിലും ആക്ച്വലി മൂന്നാമത്തെ കാർ ഓപ്പോസിറ്റ് വരുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ആപ്ലിക്കേഷനാണ്. 2 ബോഡികൾ ഓപ്പോസിറ്റ് പോകുമ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ ഡിഫറൻസ് അല്ല, സമ്മാന്ന് ഉറപ്പല്ലേ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ സമ്മാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബോഡിക്ക് വെലോസിറ്റി 30 ആണെങ്കിൽ 30 + v റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ 30 + v ടൈം ടേക്കൺ 4 minutes 4/60 is equal to relative displacement is actually given as 5 km.
ഒരു ഫിഗറിൻ്റെ ആവശ്യമില്ല. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആൻഡ് ടൈം ടേക്കൺ. ടൈം ടേക്കൺ ഈസ് ഗിവൺ ഇൻ മിനിറ്റ്സ്. ഞാനത് അവറിലേക്ക് മാറ്റിയതാണ്. തീർച്ചയായിട്ടും 4/60 എന്ന് പറയുന്നത് അത് 1/15 ആണ്. 30 + v = 75 എന്ന് കിട്ടും. or v = 45 km/h is the right answer. Based on relative velocity, when two bodies are moving in opposite direction, relative velocity is the sum of their magnitudes, and relative displacement is the product of relative velocity and time taken. Relative displacement is the product of relative velocity and time taken. Relative displacement is 5 km, time taken is 4 minutes, and relative velocity is 30 + v. v is the velocity of the third car. Number 6, based on vector addition, the resultant of two forces of equal in magnitude, two vectors having equal magnitudes, ഒരേ വാല്യൂള്ള രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ there is a shortcut. r is equal to 2 into a into cos theta by 2 under one condition, when modulus of vector a is equal to modulus of vector b. You can use this equation, 2a cos theta by 2. shortcut ആണ്. r a b connection ആണ്. അതിൽ one more condition, the resultant of two forces equal in magnitude is equal to either of the two vectors, means here a is equal to b equal to r, so r can be replaced by a itself, 2 into a into cos theta by 2. a cancels, cos theta by 2 is equal to 1/2, or theta by 2 is equal to 60 degree, or theta is equal to 120 degree. ഓർത്തിരിക്കാവുന്ന റിസൾട്ട് അല്ലേ, if two vectors having equal magnitudes are acting at an angle 120 degree with each other, then the resultant is equal to either of them. ഒരേ വാല്യുള്ള രണ്ട് വെക്ടേഴ്സ് 120 ആക്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻ്റ് എപ്പോഴും അതിനോട് ഈക്വൽ ആയിരിക്കും. ഇത് റിസൾട്ടൻ്റിൻ്റെ ഷോർട്ട് കട്ട് ബേസ്ഡ് ആണ്. √a² + b² + 2ab cos theta എന്ന ഫോർമുലയിൽ എയും ബിയും ന്യൂമറിക്കലി ഈക്വൽ ആണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷനും അതിൽ വരാവുന്ന വീണ്ടും ഒരു സ്പെഷ്യൽ കേസ്. ആ ഷോർട്ട് കട്ടിനകത്ത് ആറും എയും ബിയും ഈക്വൽ ആണെങ്കിൽ തീറ്റ ഈസ് ഓൾവേസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. Speed at maximum height of a projectile is √3 times speed of initial speed u of projection. എല്ലാ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിഗർ വരയ്ക്കാതെ ഡീറ്റെയിൽസ് ഇല്ലാതെ കൃത്യമായ ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആ ഒരു ട്രിക്കാണ് നമ്മളിതിൻ്റെ കൂടെ, ആ സ്പീഡാണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്. ഒരുപാട് വാരി വലിച്ച് എഴുതി ആൻസർ ഒപ്റ്റൈൻ ചെയ്യുന്നില്ല, മിനിമം സ്റ്റെപ്പിൽ ആൻസർ കിട്ടുക എന്നുള്ളതാണ്. സ്പീഡ് അറ്റ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്ന പ്രത്യേകതയാണ്. മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി 0 ആയിരിക്കും. The body possesses only horizontal components u cos theta. If theta is the angle of projection, then u cos theta is the velocity at the topmost points. That is given as √3/2 times the initial velocity. If u is the initial velocity, u cos theta is the velocity at the topmost points, and that is given as √3/2 times the initial velocity. Cos theta is equal to √3/2, or theta is equal to 30 degree. Angle of projection is 30 degree. And what is a horizontal range? A range is given by the equation r is equal to u² into sin 2 theta sin 60, u² sin 2 theta by g. Sin 60 is √3/2, so √3 u² by 2g is the right answer. അറിയേണ്ട ഇക്വേഷൻ എന്താണ്? u velocity of projection, theta angle of projection ആണെങ്കിൽ highest point of velocity, that is only u cos theta, and u cos theta here is given as √3/2u. ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല, ഹൊറിസോണ്ടലേ ഉള്ളൂ. അത് യു കോസ് തീറ്റയുടെ ഈക്വൽ ആയിരിക്കും. അത് ഇനിഷ്യൽ വെലോസിറ്റിയുടെ കണക്ഷൻ തന്നിരിക്കുന്നു. അവിടെ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നു, തീറ്റയുടെ വാല്യൂ വെച്ച് റേഞ്ച് സോൾവ് ചെയ്യുന്നു എന്നാണ്. From the top of a tower 19.6 meter high, a ball is thrown horizontally. If the line joining the point of projection to the point where it hits the ground makes an angle 45 degree with the horizontal, here is a level ground. And it's an example for a tower, and a body is thrown horizontally from the height. It moves along a parabolic path, and here an angle 45 degree is given. അതിൽ കൺഫ്യൂഷൻ വരാവുന്ന ആംഗിളാണ്. ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് this angle theta is given as 45 degree. ലാൻഡിംഗ് പോയിന്റും ലോഞ്ചിങ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് ഹൊറിസോണ്ടലുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ്.
ലോഞ്ചിങ് പോയിന്റിൽ നിന്ന് ലാൻഡിംഗ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ബോഡിക്കുണ്ടായ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റും ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. വിത്ത് തീറ്റ ഈസ് 45 ഡിഗ്രി ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആൻഡ് ഐസോസെൽസ് ട്രയാംഗിൾ എക്സ് വൈയോട് ഈക്വൽ ആയിരിക്കും. ഈ വെലോസിറ്റി യു ആണെങ്കിൽ യു ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. y is given as 19.6, so y is equal to x is equal to 19.6 meter, and y is given by the equation half gt square since its vertical part is equal to that of a freely falling body. Horizontal projectile vertical part എന്ന് പറയുന്നത് freely falling body യുടെ equivalent ആണ്. So y can be taken as half gt square. y is given as 19.6, g 9.8 എടുത്താൽ t square സോൾവ് ചെയ്യുമ്പോൾ t യുടെ വാല്യൂ 2 സെക്കൻഡ് എന്ന് കിട്ടും. കാൽക്കുലേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. വൈക്ക് 19.6 ഇട്ട് ജിക്ക് 9.8 ഇട്ടാൽ ടിയുടെ വാല്യൂ 2 സെക്കൻഡ് എന്ന് കിട്ടും. ടിക്ക് 2 അപ്ലൈ ചെയ്താൽ ഇവിടെ യു എക്സ് ടി ദേ ആർ റിലേറ്റഡ്. എക്സ് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി എന്നാണ്, ഓർ യു ഈസ് ഈക്വൽ എക്സ് ബൈ ടി എന്നാണ്. എക്സ് ഈസ് 19.6, 19.6 by 2, 9.8 meter per second is the right answer. Y is equal half gt square, freely falling body equivalent equation. S is equal ut plus half at square, and half at square is not needed here since there is no acceleration in the horizontal direction. Horizontal displacement is the product of horizontal velocity and time taken. Angle confusion വരാം. ലോഞ്ചിങ് പോയിന്റും ലാൻഡിംഗ് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് 45 ഡിഗ്രി എന്താ പറഞ്ഞിരിക്കുന്നത്. ദറ്റ് മീൻസ് എക്സ് വൈയോട് ഈക്വൽ ആണ് എന്ന ഹിൻ്റാണ് ആംഗിളിൽ ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, a projectile can have same range r for two angles of projection. ഒരേ സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്താൽ ഒരേ റേഞ്ച് വരുന്ന രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആംഗിൾ സിറ്റുവേഷൻ ആണ്. ഇഫ് വൺ ആംഗിൾ ഈസ് തീറ്റ, നെക്സ്റ്റ് വൺ ഈസ് 90 മൈനസ് തീറ്റ. ഫസ്റ്റ് ആംഗിൾ തീറ്റ ആണെങ്കിൽ നെക്സ്റ്റ് ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കണം. സെയിം റേഞ്ചിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ T1 is actually 2u sin theta by g, and T2 is equal to 2u sin 90 minus theta by g ആണ്. sin 90 minus theta cos theta ആണെങ്കിൽ അത് 2u cos theta by g. And the product of the time of flight, product T1 into T2, T1 into T2 എടുക്കുമ്പോൾ ആക്ച്വലി ഇത് വരുന്നത് 2 by g into u cos theta into u sin theta എന്നാണ്. Actually 2 by g u cos theta u sin theta is equation for range. So T1 into T2, the product of the time of flight, T1 T2 is equal to 2 by g into r. 2 by g is a constant, so product is directly proportional to r. D choice is the right answer based on complementary angle. ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ അടുത്ത 90 minus തീറ്റ ആയിരിക്കും. sin theta sin 90 minus theta cos theta, T1 T2 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ 2 by g കളഞ്ഞാൽ ബാക്കിയുള്ളത് റേഞ്ച് എന്ന ഫോർമുലയിലേക്കാണ് വരിക. 2 by g കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് കിട്ടും. 10th one, rain is falling vertically down with a velocity 3 km/h. A man walks in the rain with a velocity 4 km/h. The rain appeared to be falling relative velocity. Rain man problem അല്ലേ? ഫിഗറിൻ്റെ ആവശ്യമില്ല, ഡയറക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. VRM is the required result. VRM is equal to vector VR minus vector VM always. And modulus of VRM is equal to root of VR square plus VM square. Root of VR square plus VM square. VR is given as 3 and VM is given as 4. Root of 3 square plus 4 square. Calculation ആവശ്യമില്ല. 5 km/h is the right answer. 5 km/h based on relative velocity in 2 dimension. Rain man problem. Man is running horizontally, rain is falling vertically. VRM means VR minus VM. Next one, loss of motion വളരെ സിമ്പിൾ ആയ കോണ്ടാക്ട് ബോഡികളാണ്. കോണ്ടാക്ട് ഫോഴ്സ് രണ്ട് ബോഡികൾ 2m and m. റൈറ്റിലേക്ക് ഒരു എഫും ലെഫ്റ്റിലേക്ക് ഒരു എഫും ആണ്. ടോട്ടൽ മാസ് രണ്ട് കേസിലും സെയിം അല്ലേ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സെയിം അല്ലേ? ആക്സിലറേഷൻ ഓഫ് സിസ്റ്റം സെയിം അല്ലേ? ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് രണ്ട് കേസിലും സെയിം അല്ലേ? ടോട്ടൽ മാസ് സെയിം ആണ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സെയിം ആണ്, ആക്സിലറേഷൻ സെയിം ആണ്. അപ്പം ഓൺ ദ സ്പോട്ടിൽ ഇൻ ദ 2 cases ദ റേഷ്യോ ഫോഴ്സ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ 2 ബ്ലോക്സ് നോർമലി കാണുമ്പോൾ നമുക്ക് 1:1 എന്ന് ഫീൽ ചെയ്യാവുന്ന, എന്നാൽ അതല്ലാതെ വരാവുന്ന സിറ്റുവേഷനാണ്. ആക്സിലറേഷൻ സെയിം അല്ലേ? ഫോഴ്സ് സെയിം അല്ലേ?
ടോട്ടൽ മാസ് സെയിം അല്ലേ? കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ദം. ഫസ്റ്റ് കേസിലെ കോണ്ടാക്ട് ഫോഴ്സ് ഒരു N1 ആണെങ്കിൽ N1 എന്ന് പറയുന്നത് M × A ആണ്. അതാണ് ഷോർട്ട് മെത്തേഡ്. എന്ന് കണ്ടുപിടിക്കാൻ ഏത് ബോഡിയാണ്? ഫ്രണ്ടിലെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സെക്കൻഡ് കേസിൽ എന്ന് കാണുന്നത് N2 ആണെങ്കിൽ N2 ഈസ് ഈക്വൽ ടു 2M × A ആണ്. A is the entire acceleration of the system. ഫ്രണ്ടിലെ മാസ്. ഈ N എന്ന് പറയുന്നത് 2M ആക്സിലറേറ്റ് ചെയ്യിക്കും, ഈ N M ആക്സിലറേറ്റ് ചെയ്യിക്കും. അപ്പോൾ N1 ഈസ് ഈക്വൽ M × A ആൻഡ് N2 ഈസ് ഈക്വൽ 2 times M × A ആണ്. And their ratio N1/N2 is to be calculated. So answer is 1/2. Total mass same ആണ്, net applied external force same ആണ്, acceleration same ആണ്, പക്ഷേ contact force same അല്ല. N1/N2 is in the ratio 1:2. Second choice is the right answer for question number 11. ബോഡികൾ ചേർത്ത് വെച്ച് ഫോഴ്സ് കൊടുത്താൽ ഫ്രണ്ടിലെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായിരിക്കണം നോർമൽ ഫോഴ്സിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. 12th one. The average force necessary to stop a hammer having momentum 25 Newton seconds in 0.05 seconds. Momentum എന്നൊക്കെ കാണുമ്പോൾ ഒന്നുമില്ല. To stop a hammer means final momentum of the hammer is 0. Initial momentum is given in Newton seconds. Initial momentum is given, final momentum is 0. So change in momentum is equal to 25 Newton. Time interval is given 0.05 seconds. Actually force is the rate of change of momentum based on direct second law. F is equal to delta P divided by delta T എന്നല്ലേ. Delta P is change in momentum is 25 divided by 0.05. Answer is very simple. 500 Newton is the right answer for the question. Based on second law, rate of change of momentum is equal to force. തന്നിരിക്കുന്നത് ഇനിഷ്യൽ മൊമെൻ്റം ആണ്, ഫൈനൽ മൊമെൻ്റം 0 ആണ്. സോ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറയുന്നത് 25 തന്നെയല്ലേ? ഡയറക്റ്റ് സെക്കൻഡ് ലോ ആണ്. A man is slipping on a frictionless inclined plane and a bag falls down from the same height. Here is a frictionless smooth inclined plane. And first body is sliding along the inclined plane and second body is falling. First body is sliding, the second body is falling, and here a velocity of man and here a velocity of bag. H is the height of the inclined plane, x is the length, and velocity on reaching the bottom. Comparison alle v of man is equal to root of 2g sin theta into x enna, and v of bag is a root of 2gh എന്ന് കിട്ടും. Velocity of man sliding along a surface, length x, acceleration along this line is g sin theta if theta is the angle of inclination, and actually sin theta is equal to h/x. So x is equal to h by sin theta. Sin theta cancels, and this is also equal to root 2gh, no doubts. Very simple. VA is equal to VB or VB is equal to VM is the right answer. Falling body ക്കും sliding body ക്കും final velocity magnitude correct ആയിരിക്കുമെന്നാണ്, equal ആയിരിക്കുമെന്നാണ്. And this question can also be taken from energy conservation. mgh is equal to half mv square for both bodies. Energy വെച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം, ഡയറക്റ്റ് ഫോർമുല വെച്ച് ചെയ്യാം. സ്ലിപ്പിംഗ് ബോഡി ആകുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ലെങ്ത് കൂടുതലല്ലേ, വെലോസിറ്റി കൂടിയാനോ കുറയാനോ ചാൻസ് അത് ഫീൽ ചെയ്യാം. ബട്ട് എനർജി വെച്ചെടുത്താലും അല്ലാതെ എടുത്താലും സെയിം ആൻസറേ വരുള്ളൂ. നെക്സ്റ്റ് 114. വളരെ എമർജൻസി സിറ്റുവേഷൻ. NCERT സ്ട്രിക്റ്റ് സിലബസ് ആണ്. A 3 kilogram ball strikes a heavy rigid wall with a speed 10 meters per second at an angle of 60 degrees. It gets reflected with the same speed and angle as shown here. The ball is in contact with the wall for 0.2 seconds. What is the average force exerted on the ball by the wall? Force ആണ് വേണ്ടത്. Rate of change of momentum ആണ്. Initial momentum is actually directing along this line, and final momentum is directing along this line. You know the total angle between initial momentum and final momentum is 120 degree. This angle is 60 degree, total angle is 120 degree. Angle between initial momentum and final momentum is 120 degree. And force is the rate of change of momentum. F is equal to delta P divided by delta T. Initial momentum is m into v, final momentum is m into v. Angle between them is 120 degree. Initial momentum, final momentum അറിയാമെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റം കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. വെക്ടർ സബ്ട്രാക്ഷൻ്റെ സ്പെഷ്യൽ ഇക്വേഷൻ ആണ് 2 into mv into
sin theta by 2 divided by delta t is the equation to calculate force on the wall by the ball. 2 mb sin theta by 2 apply ചെയ്യണമെങ്കിൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇനിഷ്യലി ഫൈനലി സെയിം ആയിരിക്കണം. മാസ് ഈസ് ഗിവൺ, വെലോസിറ്റി ഈസ് ഗിവൺ, തീറ്റ ഈസ് ടേക്കൺ ആസ് 120 ഡിഗ്രി, ടൈം ഇന്റർവെൽ ഈസ് ഓൾസോ ഗിവൺ. ഇവിടെ സൈൻ 60 ആണ് വരിക. സൈൻ 60 ഈസ് ആക്ച്വലി √3/2 and the only answer involving √3 is C choice. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, എത്ര പെട്ടെന്ന് ചെയ്യുന്നു അതിൻ്റെ മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്തേ ഇല്ല. സൈൻ 60 ഈസിക്കൽ √3/2 ആൻസറിൽ √3 ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. √3 കൂടി ഒരു ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് കാൽക്കുലേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ബട്ട് ഫോഴ്സ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ടേക്കൺ. And if two vectors having equal magnitudes are acting at an angle theta, then the magnitude of the difference is always given with the equation 2 into a into sin theta by 2. ആ ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും തിയറി ഐഡിയ അതിൽ ഇൻവോൾവ് ആണ്. നമ്പർ 15. A lift of mass 1000 kilogram is moving up with an acceleration 1 meter per second square. The tension developed in the string which is connected to the lift. Motion of a body inside a lift. അതും emergency situation ആണ്. Tension is equal to m into g plus a is the right answer here. If it is moving up with a uniform velocity, then tension is only mg. With the uniform acceleration, tension is m into g plus a. With the uniform deceleration, then tension is equal to m into g minus a. If it is falling with a uniform velocity, tension is equal to m into g. If it is falling with an acceleration, then it is m into g minus a. If it is falling freely, then tension is equal to 0. അത്രയും സിറ്റുവേഷൻ. അതിൽ ഒരെണ്ണം മാത്രം ആൻസറിലേക്ക് 1000 into g plus a 9.8 plus 1. 10.8 into 1000 ചെയ്യേണ്ട ആവശ്യമില്ല. 10.8 into 1000 answer is 10,800 Newton. Second option is the right answer based on motion of a body inside a lift. Tension is equal to m into g plus a if the system is accelerating up. A block of mass 2 kg rests on a rough inclined plane making an angle 30 degree with the horizontal. The coefficient of static friction between the block and the plane is 0.7. The frictional force on the block is mu തന്നിരിക്കുന്നു, m തന്നിരിക്കുന്നു, തീറ്റ തന്നിരിക്കുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ വരുമ്പോൾ പിള്ളേർ mu into n എടുത്ത് n-നെ mg cos തീറ്റയുടെ ലെങ്തി ആക്കും. നോ, there is a shortcut. A block of mass rest on a rough inclined plane. inclined plane ബോഡി റെസ്റ്റിലാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇക്വേഷൻ ഇല്ല, അത് mg sin തീറ്റയോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് ഓൾ. mu ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല. If the body is at rest, the friction acting on the body is static and that is numerically equal to mg sin theta. ഫ്രിക്ഷൻ എം ജി സൈൻ തീറ്റയുടെ ഈക്വൽ ആയതുകൊണ്ടാണല്ലോ ബോഡി അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ പോരെ. എം ഈസ് ഗിവൺ അസ് 2 kilogram, 2 into 9.8 into sin theta sin 30 1/2 answer is 9.8 Newton. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ലെങ്തിയാണ്, പക്ഷേ ഒരു 10 സെക്കൻഡ് മതി അത് ആൻസർ ചെയ്യാൻ. റെസ്റ്റിലായ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്നും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അതിൻ്റെ വാല്യൂ എം ജി സൈൻ തീറ്റയുടെ ന്യൂമറിക്കൽ ഈക്വൽ ആണെന്നും എന്നാണ് നമ്മൾ അറിയേണ്ടത്. നെക്സ്റ്റ് വൺ 17. A body is projected up a rough inclined plane from the bottom with a velocity. Travel up the inclined plane and then returns back. Inclined plane മുകളിലോട്ട് പോകുമ്പോൾ time taken, time of ascent is given by the equation √2x by a1. And descent, time of descent is given by the equation √2x divided by a2. നമുക്ക് വാല്യൂ വേണ്ട, കമ്പാരിസൺ അല്ലേ. മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താ പ്രത്യേകത? എം ജി സൈൻ തീറ്റ താഴേക്കാണ്, ഫ്രിക്ഷനും താഴേക്കാണ്, നെറ്റ് ഫോഴ്സ് താഴേക്കാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡീസെലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. ദാറ്റ് മീൻസ് a1 ഗ്രേറ്റർ ദാൻ a2 എന്നാണ്. ഡിസെൻഡിങ്ങിൻ്റെ ടൈമിൽ എന്താ പ്രത്യേകത? എം ജി സൈൻ തീറ്റ താഴേക്കാണ്, ഫ്രിക്ഷൻ മുകളിലേക്കാണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷനാണ്. ആദ്യ കേസിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ പ്ലസ് ഫ്രിക്ഷനാണ്. ഫസ്റ്റ് കേസിൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡീസെലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. സെക്കൻഡ് കേസിൽ ഇത് കുറവാണ്. സോ a1 ഗ്രേറ്റർ ദാൻ a2 മീൻസ് a1 greater than a2 means TA less than TD ആയിരിക്കും. a1 greater than a2 means TA less greater than TD ആയിരിക്കും. ടൈം ഓഫ് അസെൻറ്റ് കൂടുതലായിരിക്കും. സോറി, a1 greater than a2 means TA less than TD ആണ്. ടൈം ഓഫ് അസെൻറ്റ് കുറവായിരിക്കും, കാരണം ഇവിടെ ന്യൂമറേറ്റർ വലുതാണ്, റിസൾട്ട് വലുതാണ്, റിസൾട്ട് ചെറുതാണ്. ഇവിടെ ന്യൂമറേറ്റർ കുറവാണ്, അപ്പോൾ ടൈം ഓഫ് ഡിസെൻറ്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. TA less than TD is the right answer. Next one.
A body is released from the top of a tower. The ratio of work done by the force of gravity in the first second and third second of motion of the ball. Work done by constant force is the product of force and displacements. Here gravity is only force acting on the body. So mgx1 is to mgx2 is to mgx3. അതാണ് ആൻസർ. ശരിയല്ലേ? W1 is to W2 is to W3 is equal to mgx1 is to mgx2 is to mgx3 അല്ലേ? mg കോൺസ്റ്റന്റ് അല്ലേ? കോമൺ അല്ലേ? അത് വെട്ടിപ്പോകല്ലേ? സോ ആൻസർ ഈസ് ഓൺലി ഇൻ ദ റേഷ്യോ x1 is to x2 is to x3 അല്ലേ? ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് 1 is to 3 is to 5 എന്ന റേഷ്യോ അല്ലേ? സോ ആൻസർ ഈസ് 1 is to 3 is to 5. x1 is to x2 is to x3 is equal to 1 is to 3 is to 5 എന്ന് കിട്ടും. അതാ W1, W2, W3 റേഷ്യോ എടുക്കുമ്പോൾ mgx1, mgx2, mgx3 എടുത്താൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെക്കൻഡ്സ് ആർ ഓൾവേസ് ഇൻ ദ റേഷ്യോ 1 is to 3 is to 5. അതിനും കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. നമ്പർ 19. A body of mass 6 kg is under a force which causes a displacement s is equal to t square by 4. S is equal to t square by 4. Velocity v is equal to ds by dt അല്ലേ? അത് 1/4 into 2t എന്ന് കിട്ടും. അത് t/2 ആണ്. വർക്ക് ഡൺ is equal to change in kinetic energy based on work energy theorem. ബേസിക് ഫോർമുലയാണ് അല്ലേ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ W is equal to half into m into v square. Work done is equal to half m into v square. Change in kinetic energy. T0 velocity 0 ആണ്. T0 kinetic energy ഇല്ല. So final kinetic മാത്രം എടുത്താൽ മതി. half into 6 into v square ആണ്. അത് t square by 4 അല്ലേ? t 2 സെക്കൻഡ് ഇട്ടാൽ 2 square 4 ക്യാൻസൽ ആയിപ്പം 6/2 ആൻസർ ഈസ് 3 ജൂൾ. കാൽക്കുലേഷൻ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ഇക്വേഷനും അത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡിനുമാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ അല്ല. മാസിൻ്റെ വാല്യൂ ഒക്കെ ഇടുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. നെക്സ്റ്റ് വൺ നമ്പർ 20. Starting from rest, a 5 kg object is acted upon by only one force as indicated in the figure. Find the total work done by the force. കാണുമ്പോഴേ നമ്മളറിയാം വർക്ക് ഡൺ ഈസ് ഇക്വൽ ഏരിയ അണ്ടർ എഫക്ട്സ് ഗ്രാഫ് എന്നാണ്. ഏരിയ അണ്ടർ എഫക്ട്സ് ഗ്രാഫാണ്. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. ബട്ട് ഹിയർ ഗ്രാഫ് ഈസ് ഗിവൺ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ടൈം ടേക്കൺ. അബദ്ധം പറ്റാവുന്ന കേസ്, അറിയാതെ നമ്മൾ ഏരിയ എടുത്ത് പോയിരിക്കും. ഇവിടെ ഏരിയ എടുത്ത് കിട്ടുന്ന ഇമ്പൾസാണ്. അതായത് ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്. ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ മൊമെൻ്റം 0 ആണ്. അപ്പോൾ ഫൈനൽ മൊമെൻ്റമായി mv ആണ് കിട്ടുക. mv ക്യാൻ ബി ടേക്കൺ യൂസിങ് ഇറ്റ്സ് ഏരിയ അണ്ടർ ft ഗ്രാഫ് ഗിവ്സ് ചേഞ്ച് ഇൻ മൊമെൻ്റം. ഇനിഷ്യൽ മൊമെൻ്റം ഈസ് 0. ഫൈനൽ മൊമെൻ്റം ഏരിയ എടുക്കുമ്പോൾ 20 into 2 40 minus 10 into 1 30 എന്ന് കിട്ടും. m into v 40 minus 10 30. Mass is given as 5, so v is equal to 30/5. 6 meter per second is the answer for velocity of the body. Again work done, W is equal to half mv square based on work energy theorem. Half m into v square. Half into mass of the body is 5 kg. 5 into 36. 36 into 5 അത് 180/2 answer is 90 joule. Okay. Again based on work energy theorem. ഗ്രാഫിൽ ഒരു ട്രാപ്പ് ഉണ്ട്. വർക്ക് കാണുമ്പോൾ ഗ്രാഫിൻ്റെ ഏരിയ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഏരിയ എന്ന് പറയുന്നത് 30 ആണ് നമുക്കറിയാം. അങ്ങനെ ഒരു ആൻസറും കിടപ്പുണ്ട്. പക്ഷേ ആ ഏരിയ കാണുന്ന ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്. അത് ഇമ്പൾസാണ്. ചേഞ്ച് ഇൻ മൊമെൻ്റമാണ്. അത് ഇമ്പൾസാണ്. എ ബോഡി ഈസ് ത്രോൺ ഡൗൺ വിത്ത് എ വെലോസിറ്റി v ഫ്രം എ ഹൈറ്റ് h. ഓൺ ടച്ചിങ് ദ ഗ്രൗണ്ട്സ് ഇറ്റ് റീബൗണ്ട്സ് വിത്ത് 50% എനർജി. പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു half mv square mgh ഉണ്ട്. ഗ്രൗണ്ടിൽ വന്നിടിച്ചിട്ട് 50% എനർജി ലോസ് ആകുമെന്നല്ലേ? സോ half mv square പ്ലസ് mgh അതിൻ്റെ 50% കൊണ്ടാണ് അത് വീണ്ടും h ഹൈറ്റിലേക്ക് റീബൗണ്ട് ചെയ്യുന്നു. h ഹൈറ്റ് റീബൗണ്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും mgh എനർജി അതിനുണ്ടാവണം. അതാണ് 2 കൊണ്ട് ഇൻഡു ചെയ്യുന്നു. സോ half mv square പ്ലസ് mgh ഈസ് ഈക്വൽ ടു 2 mgh എന്ന് കിട്ടും. ഓർ half mv square ഈസ് ഈക്വൽ ടു mgh എന്ന് കിട്ടും. ഓർ v ഈസ് ഈക്വൽ റൂട്ട് 2gh ഈസ് റൈറ്റ് ആൻസർ. ദ എനർജി കൺസേർവ്ഡ് അല്ല, 50% ലോസ്. ബാക്കി 50% കൊണ്ട് പുതിയ ഹൈറ്റിലേക്ക്, പഴയ ഹൈറ്റിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ പുതിയ റീബൗണ്ടിങ്ങിൻ്റെ കേസിൽ എനർജിയോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. A block of 8 kg accelerates uniformly from rest to a velocity 4 meter per second in 40 seconds. Instantaneous power is given by the equation
P is equal to F into V. That is equal to M into A into V. That is equal to M into some V1 by T1 into V. V1 by T1 is equation for acceleration, and V is equal to some A into T. So M into V1 by T1 into AT ആണ് എനിക്ക് വീണ്ടും V1 by T1 into T എന്നെടുക്കാം. ആക്സിലറേഷൻ്റെ ഒരു ഇക്വേഷനാണ് V1 by T1. മാസ് വെലോസിറ്റി. ഈ ടൈം എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. ആക്സിലറേഷൻ കാണുന്ന ടൈം 40 സെക്കൻഡ്സ് ആണ്. അപ്പോൾ V1 എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡാണ്. 4 മീറ്റർ പെർ സെക്കൻഡ് V1നും T1ൻ്റെ വാല്യൂ 40 സെക്കൻഡും T ക്ക് 8 സെക്കൻഡും മാസ് 8 കിലോഗ്രാം ഇടുക. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യുന്നു. ആൻസർ ഈസ് 0.64 വാട്ട് എന്ന് കിട്ടും. Based on power, instantaneous power is a product of force and velocity. Force is equal to M into A is equal to V1 by T1 and V is equal to AT. രണ്ട് ടൈമാണ്. ഇവിടെ A കണ്ടുപിടിക്കാൻ ഒരു ടൈമും പിന്നെ പവർ കണ്ട് ഇൻസ്റ്റന്റ് വേറെ പറഞ്ഞിരിക്കുന്നു. An aeroplane is revolving in a circle above the surface of Earth in a fixed height means it's an example for horizontal circular path like this. The magnitude of the change in velocity after completing half revolution. Half revolution means initially velocity can be here and half revolution velocity is here, V and V, and angle between this V and V is 180 degree. So change in velocity is very simple. Delta V is equal to V minus V is equal to 2 times V. 2 times V means 2 times 100. Answer is 200 kilometer per hour is the right answer. 2 times V. Change in velocity എടുക്കുമ്പോൾ സെമി റെവല്യൂഷൻ ആണെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും 2 times V എന്ന് കിട്ടും. The minimum velocity with which a car driver must traverse a flat curve road. That means there is no banking. Velocity, minimum velocity formula ഉണ്ട്. Minimum velocity അല്ല, ആക്ച്വലി അത് മാക്സിമം വെലോസിറ്റി ആണ്. കൂടെ മാക്സിമം വെലോസിറ്റി വിത്ത് വിച്ച് V maximum is equal to root mu RG ആണ്. Root mu RG. Root of mu is 0.6. Radius is given as 150 into G. 0.6 into G. 6 into 150. 900 in the root വരും. Answer is 30 meter per second ആണ് കിട്ടുക. Maximum എത്ര വെലോസിറ്റി സേഫ് ഡ്രൈവിങ്ങിന് വേണ്ടിയാണ്. Last one. A simple pendulum oscillates in a vertical plane based on circular path. When it passes through the mean position, mean പോയിന്റിലെ ടെൻഷന്റെ ഫോർമുല എന്ന് പറയുന്നത് mg plus mv square by L ആണ്. Where L is the length of the string or radius, and that is given by 3 times the weight of the bow means it is equal to 3 mg എന്ന് കിട്ടും. So mv square by L is equal to 2 mg, or v square is equal to 2 gl. ക്വസ്റ്റ്യൻ അതല്ല, മീൻ പോയിന്റിലെ വെലോസിറ്റി അല്ല. വാട്ട് ഇസ് മാക്സിമം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, എത്ര ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്ന നമുക്കറിയാം. എനർജി കൺസർവേഷൻ്റെ ആപ്ലിക്കേഷനാണ്. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ എം ജി എച്ച്, ഓർ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2 ജി എൽ ഈസ് ഈക്വൽ എം ജി എച്ച് എന്ന് കിട്ടും. എം ക്യാൻസലായി പോകും, ജി ക്യാൻസലായി പോകും, എച്ച് ഈസ് ഈക്വൽ എൽ എന്നാണ് കിട്ടുക. എച്ച് ഈക്വൽ എൽ മീൻസ് ബോബ് അറ്റൈൻഡ് ഹൈറ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്തിനോട് ഈക്വലൻ്റ് ആണെന്നാണ്. ഹൈറ്റ് ലെങ്തിനോട് ഈക്വലൻ്റ് ആകണമെങ്കിൽ ആദ്യം ബോബ് വെർട്ടിക്കൽ പോയിന്റിലായിരുന്നു. ഹൈറ്റ് ലെങ്തിനോട് ഈക്വലൻ്റ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ആംഗിൾ സബ്റ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. സോ ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് ഈസ് 90 ഡിഗ്രി. ആംഗുലർ ആംപ്ലിറ്റ്യൂഡ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. വളരെ ട്രിക്കി മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ചെയ്ത മെത്തേഡ് അതിൻ്റെ ഷോർട്ട് കട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള ഐഡിയ ആണ്. സ്പീഡ് എന്ന് പറയുന്നതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ളതല്ലോ, എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സ്ലോയിൽ 1 by 1 ആയിട്ട് പറഞ്ഞു തരുന്നതിലല്ല, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ആൻസർ എത്തിച്ചേരുന്നതിലാണ്. ആ ഒരു പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. സോ മെയ് 17 നടക്കാൻ പോകുന്ന എൻട്രൻസ് എക്സാമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവണം. അതിന് ബ്രില്ലിൻ്റെ ഫാമിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം. വിഷ് യു ദ ബെസ്റ്റ്. കെമിസ്ട്രി ലൈവ് സീരീസിലെ അടുത്ത പാട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ശ്രീജിത്ത് സാർ കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
Hi students, എല്ലാവരും നമ്മുടെ എക്സാമിനേഷന് കീം എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡി ആയിരിക്കും. കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ നമുക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കീമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ക്ലാസ്സുകളുടെ ഈ ലൈവ് സെഷൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് തരും. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്തിരിക്കുക. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കെമിസ്ട്രിയിലെ കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്ന് ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അങ്ങനെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 10 gram of a piece of marble, എല്ലാവർക്കും അറിയാം മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ കൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റിനെ കൊണ്ടാണ്. വാസ് പുട്ട് ഇൻ ടു എങ്ങോട്ടായിട്ടിരിക്കുന്നത്? ഡൈലൂട്ട് HCl ആസിഡ്. വെൻ ദ റിയാക്ഷൻ വാസ് കംപ്ലീറ്റ്, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ 1120 cm³ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വാസ് ഒബ്റ്റെയിൻഡ് അറ്റ് STP. ശ്രദ്ധിക്കണം, STP എത്ര കിട്ടി? 1120 milliliter cm³ is equivalent to milliliter എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മില്ലിലിറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ the percentage of calcium carbonate in the marble എന്നാ ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇടാൻ നോക്കുക. കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് വിത്ത് HCl അല്ലേ? 2HCl അല്ലേ? എന്തൊക്കെ ഉണ്ടാകും? യെസ്, ഇറ്റ് വിൽ ഫോം കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ അറിയണം എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ദെൻ ഈ റിയാക്ഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 1 മോൾ കാൽഷ്യം കാർബണേറ്റ് തരുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? 1 മോൾ കാൽഷ്യം കാർബണേറ്റ് തരുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? 1 മോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 100 gram ആണ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് തരാം. എല്ലാവരും പറയടാ, 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് STPയിൽ തരുന്ന വോളിയം എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 22.4 ലിറ്റർ ഓർ 22400 milliliter അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയത് എത്ര മില്ലിലിറ്ററാ? 1120 milliliter അല്ലേ? 1 milliliter എത്ര തരുമെന്ന് നോക്കാം. ഓക്കെ, 1 milliliter ആക്കാൻ 22400 വെച്ച് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും ചെയ്യണം അല്ലേ? 100/22400 gram will give 1 milliliter. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ പറയടാ, അങ്ങനെയാണെങ്കിൽ 1120 milliliter ഇടാൻ എന്ത് ചെയ്യണം? 1120 milliliter will be given by 100 divided by 22400 into 1120 അല്ലേ? 0 0 വെട്ടാം. 112ഉം 224ഉം വെട്ടുമ്പോൾ 20 0. ദിസ് ഈസ് 5 gram. അതായത് 5 gram കാൽഷ്യം കാർബണേറ്റ് തരുന്നതാണ് 1120 milliliter. അതായത് നിങ്ങൾ 10 gram മാർബിൾ എടുത്തെങ്കിൽ അതിൽ 5 gram മാത്രമേ ശുദ്ധമായ മാർബിൾ ഉള്ളൂ. നമ്മളോട് എന്താ ചോദിച്ചത്? പെർസെൻറ്റേജ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് അല്ലേ ചോദിച്ചത്? ശുദ്ധമായ കാൽഷ്യം കാർബണേറ്റിന്റെ അളവല്ലേ ചോദിച്ചത്? എങ്ങനെ കണ്ടുപിടിക്കും? 5 out of 10 into 100 that is equal to 50%. Option A. Moving on to next question. എന്താ? 20 kilogram of nitrogen and hydrogen, 3 kilogram of hydrogen are mixed to produce ammonia. നൈട്രജനും ഹൈഡ്രജനും മിക്സ് ചെയ്തിരിക്കുകയാണ് എന്തുണ്ടാക്കാൻ? അമോണിയ ഉണ്ടാക്കാൻ. യെസ്, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ്, എന്താ ഈ പ്രോസസ്സിന്റെ പേര്? ഈ പ്രോസസ്സിന്റെ പേരാണ് ഹാബർ പ്രോസസ്. എന്താ വിളിക്കുക? ഹാബർ പ്രോസസ്. ഓക്കെ, ഇവിടെ 20 kilogram നൈട്രജൻ ഉണ്ട്, ഇവിടെ 3 kilogram ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എത്ര അമോണിയ ഉണ്ടാകും എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? ഈ റിയാക്ഷൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? യെസ്, എന്താ സംസാരിക്കുന്നത്? 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജനെ കിട്ടിയ 2 മോൾ അമോണിയ ഉണ്ടാവും. 1 മോൾ നൈട്രജന്റെ മാസ് പറയാവോ? യെസ്, 28 gram. 3 മോൾ ഹൈഡ്രജന്റെ മാസ് പറയാവോ? 6 gram. 2 മോൾ അമോണിയയുടെ മാസ് പറയാവോ? അമോണിയ 17 ആണ്. 2 മോൾ എന്ന് പറയുമ്പോൾ 34 gram. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വാലിഡ് ആവണമല്ലോ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈ 2 എടുക്കുകയാണെങ്കിൽ 14 gram. ദിസ് വിൽ ബി 3 gram. ദിസ് വിൽ ബി 17 gram അല്ലേ? കിലോഗ്രാം പറയുകയാണെങ്കിലോ? കിലോഗ്രാം ഒക്കെ ഇൻറ്റു 10³ ചെയ്താൽ പോരെ. Therefore 14 kilogram requires 3 kilogram of ammonia to form എത്രയാ? 17 kilogram of ammonia അല്ലേ? 14 kilogramന് 3 kilogram ഹൈഡ്രജനെ കിട്ടിയ 17 kilogram എന്തുണ്ടാകും? അമോണിയ ഉണ്ടാവും. ഇവിടെ എത്ര എടുത്തിട്ടുണ്ട്? 20 kilogram എടുത്തിട്ടുണ്ട് അല്ലേ? അതിന് റിയാക്ട് ചെയ്യാൻ 3 kilogramന് റിയാക്ട് ചെയ്യാൻ എത്ര മതി? 14 kilogram മതി. അതായത് ആദ്യം തീർന്നു പോകുന്നത് നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ?
3 കിലോഗ്രാമിന് എത്ര മതിയടാ? 14 കിലോഗ്രാം മതി. നോക്ക്, 3 കിലോഗ്രാമിന് 14 മതി. ഇവിടെ എത്ര ഉണ്ട്? 20 ഉണ്ട്. അപ്പോൾ ആദ്യം തീർന്നു പോകുക ഹൈഡ്രജൻ അല്ലേ? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഹൈഡ്രജൻ ഈസ് ദ ലീഡിങ് റിയേജന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ നിങ്ങൾ പറയടാ, ഇത് 3 കിലോഗ്രാം ആണ്, 14 കിലോഗ്രാം റിയാക്ട് ടു ഫോം 17 കിലോഗ്രാം. എത്ര അമോണിയ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ഇ. അടുത്തത് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? 17 കിലോഗ്രാം ഏത് വേണമെങ്കിൽ കൊടുത്തു. ഓക്കെ. An alkaloid contains 17.28% nitrogen and molecular mass is 162. The number of nitrogen atom present in one molecule of alkaloid is, ഒരു ആൽക്കലോയിഡിൽ 17.28% നൈട്രജൻ ഉണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ മക്കൾക്ക് അറിയോ? എങ്ങനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇസ് ഈക്വൽ ടു എന്താ? വെയിറ്റ് ഓഫ് നൈട്രജൻ എത്രയെന്ന് അറിയില്ല. സപ്പോസ് നമ്മുടെ ഈ ആൽക്കലോയിഡില് n നമ്പർ ഓഫ് നൈട്രജൻ ഉണ്ടെന്ന് എൻ്റെ മക്കൾ വിചാരിക്കുക. n നമ്പർ നൈട്രജൻ, ഒരു നൈട്രജന്റെ മാസ് 14 ആണെങ്കിൽ n നമ്പർ ഓഫ് നൈട്രജന്റെ മാസ് n × 14 അല്ലേ? സോ 14n എന്ന് ഞാൻ ഇവിടെ കൊടുത്തോട്ടെ. ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? ടോട്ടൽ മാസ് ഇതിന്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 162. എത്രയാ? 162 × 100. ഇത് ചെയ്താൽ കിട്ടുന്നതല്ലേ 17.28%. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? 17.28 into 162 divided by 100 into 14 സോൾവ് ചെയ്യും. അപ്രോക്സിമേറ്റ്ലി 2 കിട്ടും. ഓപ്ഷൻ ഡി എന്ന് പറയും. സിമ്പിൾ. ഓക്കെ. അടുത്തതിലേക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം? ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോൾ എപ്പോഴും എക്സാമിനേഷന്, നമ്മുടെ കീം എക്സാമിനേഷന് സ്ഥിരമായി കാണുന്ന ഒരു പാറ്റേൺ ആണ് ആറ്റങ്ങളുടെ എണ്ണം കൂടുതൽ, മോളിക്യൂൾസിന്റെ എണ്ണം കൂടുതൽ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഓക്കെ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം കൂടുതലുള്ള ഏതിലെന്ന്? അലുമിനിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയോ? Al2SO4 ത്രൈസ് അല്ലേ? 1 മോൾ അലുമിനിയം സൾഫേറ്റിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഓക്സിജൻ ആറ്റത്തിന്റെ എണ്ണം വളരെ സിമ്പിൾ ആണ്. 3 × 4 12 ഓക്സിജൻ ആറ്റം അല്ലേ? ഇനി ഇവിടെ 2 molecules of ferrous sulfate, 2 moles of ferrous sulfate. ഫെറസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? FeSO4 അല്ലേ? 2 മോൾ FeSO4ൽ എത്ര ആറ്റം ഉണ്ടെന്ന് വെച്ചാൽ 1 മോളിൽ 4 ആറ്റം, 2 മോളിൽ 8 ഓക്സിജൻ ആറ്റം. 8 മോൾ ഓക്സിജൻ ആറ്റം കേട്ടോ. ഇതും 12 മോളാട്ടോ. ഇനി ഇതിലോ 3 moles of hydrogen peroxide. So simple. ഹൈഡ്രജൻ പെറോക്സൈഡ് 3 മോളടാ. എത്രയാണ്? 1 മോളിൽ 2 എങ്കിൽ 3 മോളിൽ 2 × 3 6 moles ഓക്സിജൻ ആറ്റം അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാ? 2 moles of potassium permanganate KMnO4. എത്ര മോളാ? 2 മോൾ അല്ലേ? 1 മോളിൽ എത്ര ഉണ്ട് നോക്ക് നിങ്ങൾ. 1 മോളിൽ എത്രയാ? 4. 2 മോളിൽ എത്രയാ? 2 × 4 that is 8 moles of oxygen atom. Simple. അടുത്തത് 1 mole of potassium dichromate. Potassium dichromate എന്ന് പറയുമ്പോൾ yes it is K2Cr2O7 അല്ലേ? 1 മോളിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 1 മോളിൽ 7 ഓക്സിജൻ ആറ്റം, 7 moles of oxygen atom. കൂട്ടത്തിലുള്ള എണ്ണം കൂടുതൽ എത്രയാ? വലിയ വാല്യൂ എത്രയാ? സോ സിമ്പിൾ. പറ. ഓപ്ഷൻ 1. 12 അല്ലേ വലുത്? സോ ആൻസർ 1 will be, A will be the correct answer. Okay, hope you got it. Moving on to next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താ? 5. that is 2.07 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? എങ്ങനെ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റാം? എന്താ? ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? it is equal to 1.6 × 10⁻⁻⁹ ജൂൾ അല്ലേ? അപ്പൊ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. 2.07 × 1.6 × 10⁻⁻⁹ ജൂൾ. ഇതെന്തിനോട് തുല്യമാകും? hc/λ0. hcയുടെ വാല്യൂ കാണാതെ ഇങ്ങനെ ഓർത്ത് വെച്ചോ. 2 × 10⁻⁻25 എളുപ്പമാർഗമാണ്. നമുക്ക് എന്ത് കിട്ടും? λ0 വേവ് ലെങ്ത്. ഇതിൽ λ0ന്റെ വാല്യൂ അറിയാൻ 2 × 10⁻⁻25 ഡിവൈഡ് ബൈ 2.07 × 1.6 × 10⁻⁻⁹. ഇതൊക്കെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ആൻസർ കിട്ടുന്നത് എത്രയായിരിക്കും? 6 × 10⁻⁷ ആയിരിക്കും.
കാൽക്കുലേഷൻ ഒന്നുകൂടി ചെയ്ത് നോക്കണം കേട്ടോ. ഓപ്ഷൻ സി. സിമ്പിൾ ആണ്, വെട്ടിക്കളിച്ച് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഈസ് ദ ഐസോട്ടോൺ ഓഫ് ജെർമേനിയം 3276? ഐസോട്ടോൺ അല്ലടാ. ഐസോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോട്ടോൺ ഈസ് എ സ്പീഷ്യസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എന്തിന്റെ എണ്ണം സെയിം ആണ്? ന്യൂട്രോണിന്റെ എണ്ണം. ഇവിടെ നോക്കുക, ജെർമേനിയം ആണ്, 3276 ആണ്. എങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 76 മൈനസ് 32. 76 മൈനസ് 32 ചെയ്താൽ എത്ര കിട്ടും? 4. 7 മൈനസ് 3 4 44. അപ്പോൾ ഈ 44 ഉള്ളത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവന് വരില്ല. ഇതാ 78 മൈനസ് 34. 78 മൈനസ് 34 ചെയ്താൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് 44. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിക്കോ. ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി വരും. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും കമന്റ്സിലൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സാർ, അല്ലേ? എല്ലാവരും നല്ല റിച്ച് ആയിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന എല്ലാ സെഷനിലും നിങ്ങൾ ഇതുപോലെ തന്നെ വൈബ് കാണിച്ച് പെർഫോം ചെയ്തോണം. ഓക്കെ, നമുക്ക് കീമിന് എൻട്രൻസിന് നമുക്ക് ബ്രില്യന്റിന്റെ കൂടെ മുന്നോട്ട് പോയേക്കാം, അല്ലെ? ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാമർ സീരീസ് ഓഫ് ഹീലിയം പ്ലസ്. ഹീലിയം പ്ലസിലെ ലോങ്സ്റ്റ് വേവ് ലെങ്ത്. ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കറിയാം, ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ n=2 വരുന്ന ആളാണ്. n=3 നിന്ന് വരാം, n=4 നിന്ന് വരാം, n=5 നിന്ന് വരാം. എന്തിന്? n=∞ നിന്ന് തന്നെ വരാം. ഇതിൽ ഏറ്റവും എനർജിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ഇക്വേഷൻ എന്താ? E = hc/λ. there is equal to E proportional to 1/λ. എനർജി ഏറ്റവും കൂടുതലുള്ള ആൾക്ക് വേവ് ലെങ്ത് ഏറ്റവും കുറവായിരിക്കും. എനർജി ഏറ്റവും കുറവുള്ള ആൾക്ക് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. ഇവിടെ എനർജി ഏറ്റവും കുറവുള്ള ലൈൻ 3 to 2 ആയിരിക്കും. അപ്പൊ അതിന് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഈസ് ദ ഷോർട്ടസ്റ്റ് എനർജി ലൈൻ എന്ന് ഓർത്ത് വെക്കാം. ഇതിൽ എനർജി കൂടുതലുള്ള ലൈൻ ഇൻഫിനിറ്റി ടു 2 ആയിരിക്കും. എനർജി കുറവുള്ള ലൈൻ 3 to 2 ആയിരിക്കും. അതിനായിരിക്കും വേവ് ലെങ്ത് കൂടുതൽ. സോ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ലൈൻ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? 1/λ is equal to RH into 1/n1. n1 എന്ന് പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ ഇൻറ്റു എന്താ? ഹീലിയം അല്ലേ? ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 2. 2ന്റെ സ്ക്വയർ എത്രയാ? 4 അല്ലേ? ഇനി 1/λ is equal to RH into 1/4 minus 1/9 into 4. ഇനി എന്താ വരാ? 1/λ is equal to RH into 9 minus 4 5/4 into 9 into 4. 4ഉം 4ഉം വെട്ടി. ലാംഡ is equal to 9/5 RH. RH ഡിനോമിനേറ്ററിലാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. 9/5 RH. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. Moving on to next question. A gaseous mixture of helium and methane contains 50% helium and 50% methane by volume. What is the percentage weight of methane in the mixture? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ് മീഥേൻ ആണ്. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഈസ് പ്രപ്പോർഷണൽ ടു വോളിയം. അതുകൊണ്ട് തന്നെ 50% ഹീലിയവും 50% മീഥേനും വോളിയത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും എന്തിലും നമ്പർ ഓഫ് മോൾസിലും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ എന്ന് നമുക്ക് എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഗിവൺ മാസ് ഓഫ് ഹീലിയം ബൈ 4 that is equal to given mass of methane by molecular mass 16. ഇത് വെട്ടുമ്പോൾ 4 വരും. ഗിവൺ മാസ് ഓഫ് മീഥേൻ ഈസ് ഈക്വൽ ടു 4 times ദ മാസ് ഓഫ് ഹീലിയം എന്ന് പറയാം, അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ് മീഥേൻ അല്ലേ? പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ് മീഥേൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് മീഥേൻ ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് അല്ലേ? ഇൻറ്റു 100 അല്ലേ? അപ്പൊ എങ്ങനെ വരും? വെയിറ്റ് ഓഫ് മീഥേന് പകരം 4 times ദ വെയിറ്റ് ഓഫ് ഹീലിയം അല്ലേ? വെയിറ്റ് ഓഫ് മീഥേൻ ഈസ് 4 times ദ വെയിറ്റ് ഓഫ് ഹീലിയം. സിമ്പിൾ. ഇനി വെയിറ്റ് 4 times വെയിറ്റ് ഓഫ് ഹീലിയം പ്ലസ് വെയിറ്റ് ഓഫ് ഹീലിയം ഇൻറ്റു 100 എന്ത് വരും? 4
times weight of helium by 5 times weight of helium into 100. ഇത് വെട്ടിയാൽ 4/5 into 100, 400/5, that is 80. അല്ലെ? കാൽക്കുലേഷൻ എപ്പോഴും നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് എടുക്കാം. അടുത്ത a 2 liter container at 300 Kelvin holds a gaseous mixture of 0.2 gram of helium. ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണ്? 2 ലിറ്റർ ആണ്. ടെമ്പറേച്ചർ എത്രയാണ്? 300 Kelvin ആണ്. അവിടെ എന്തുണ്ട്? 0.2 gram ഹീലിയം ഉണ്ട്, 1.6 gram മീഥേൻ ഉണ്ട്, 2.2 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? പ്രഷർ ഓഫ് ദ മിക്സ്ചർ. നിങ്ങൾക്ക് ഗ്യാസ് ലോ അറിയോ? യെസ്, ഗ്യാസ് ലോ അറിയാത്ത കുട്ടികളൊന്നുമില്ല. PV is equal to nRT is ideal gas equation. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT. ഇതിൽ P എന്താന്ന് ചോദിച്ചിരിക്കുന്നു? nRT/V. ഓക്കെ, എന്നിന്റെ വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ ഇവിടെ ഒരാളല്ല, മിക്സ്ചർ ആണ്. 0.2 gram ഹീലിയം, അതിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ 0.2/4 ചെയ്യണം, പ്ലസ് 1.6 gram മീഥേൻ, അതിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ 1.6/16 പ്ലസ് 2.2/44. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.05 കിട്ടും. ഇതും 0.05, ഇത് 0.1, സോ 0.2. നമ്പർ ഓഫ് മോൾസ് 0.2 ആണ്. ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 0.0821 ആണ് ATM എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇതിന് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1/12 ആയിട്ട് എടുക്കാം ചെയ്യാനുള്ള എളുപ്പത്തിന്. ഇൻറ്റു ടെമ്പറേച്ചർ 300 ബൈ വോളിയം എത്രയാണ്? 2. ഇത് 2 into 1/12 into 30 എന്നാക്കാം, ബൈ 2 അല്ലെ? 300 ഒരു 0 ഇങ്ങോട്ട് എടുത്തു അല്ലെ? ഇനി ഇത് വെട്ടുമ്പോൾ 6 വരും. ഇത് വെട്ടുമ്പോൾ 5/2, 2.5 ATM ആയി എനിക്ക് കിട്ടിയത്. അതിന് അടുത്ത ആൻസർ ഉണ്ടോ നോക്കി? യെസ്, 2.4 ATM. യെസ്, ഓപ്ഷൻ ഡി is correct. Moving on to next question. Air at sea level is dense. സീ ലെവൽ എയറിന് ഡെൻസിറ്റി ഒരു അല്പം കൂടുതലാണ്. ദിസ് ഈസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് എന്ന് ചോദിച്ചാൽ മക്കളുടെ ബോയിൽസ് ലോ പറയുന്നത് എന്താ? ബോയിൽസ് ലോ ഈസ് ഈക്വൽ ടു പറയുന്നത് എന്താ? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പൊ നമുക്ക് P ഈസ് ഈക്വൽ ടു K/V എന്ന് പറയാം അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും മാസ് ബൈ വോളിയം എന്ന്. അങ്ങനെയാണെങ്കിൽ വോളിയം പറ മാസ് ബൈ ഡെൻസിറ്റി അല്ലേ? ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു K/M into D അല്ലേ? K ഒരു കോൺസ്റ്റന്റ് ആണ്, മാസ് മറു കോൺസ്റ്റന്റ് ആണ്. രണ്ട് കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്താൽ മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി എന്ന് കിട്ടില്ലേ? പ്രഷറും ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞല്ലോ, അവനാണ് ഏത് ലോ? ബോയിൽസ് ലോ. ഓപ്ഷൻ എ. അടുത്ത പ്രഷർ ഓഫ് 1 gram of an ideal gas A at 27 degree Celsius is 1 bar. ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ എത്രയാണ്? 1 bar ആണ്. When 2 gram of an another ideal gas B is introduced in the same flask. വേറൊരു ഗ്യാസ് ബി ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? അതിന്റെ വെയിറ്റ് എത്രയാ? ആദ്യത്തെ വെയിറ്റ് ഓഫ് A is 1 gram അല്ലേ? ഇനി മറ്റൊരു ഗ്യാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത്? ബി. എത്ര ഗ്രാമാ? 2 gram അല്ലേ? അപ്പൊ പ്രഷർ എത്രയായി? 3 bar. 1 bar ഉള്ള എന്ന പ്രഷർ മറ്റൊരു ഗ്യാസ് ആഡ് ചെയ്തപ്പോ 3 bar ആയി അല്ലെ? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പരിഗണിച്ച് നോക്കുമ്പോൾ PA + PB is responsible for total pressure PT. PA 1 bar ആണ്, PB അറിയൂല, ടോട്ടൽ പ്രഷർ 3 bar ആ. അപ്പൊ PB അറിയില്ലേ? PB എത്രയാ? 3 - 1 എത്രയാ? 2. സിമ്പിൾ. 3 - 1 2 bar. ഓക്കെ, അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഈസ് എത്ര ബാറാടാ? 2 bar. ഇനി എന്താ? ടെമ്പറേച്ചർ ഒക്കെ സെയിം ആണ്. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളിക്കുലർ മാസ്. എന്റെ കുട്ടികൾ പറ, ഒരേ ഒരു ഇക്വേഷൻ PV is equal to nRT അല്ലേ? ഇവിടെ വോളിയം സെയിമാ, R സെയിമാ, T സെയിമാ. സോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഓഫ് A ബൈ പ്രഷർ ഓഫ് B is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് A ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് B. പ്രഷർ ഓഫ് A എത്രയാണ്? 1/2 is equal to number of moles WA by MA into WB by divided അല്ലേ ചെയ്തത് അല്ലേ? WB by MB അല്ലേ?
ഇത് റെസിപ്രോക്കൽ എടുത്തുനിന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക മക്കൾ ആലോചിച്ച് നോക്കി 1/2 ഈസ് ഈക്വൽ ടു WA/WB ഇൻറ്റു എന്താ വരാ MB/MA. അങ്ങനെയാണെങ്കിൽ WA/WB വാല്യൂ ഇവിടെ ഉണ്ടല്ലോ 1/2 ഇൻറ്റു MB/MA അല്ലേ. ദർഫോർ ചെയ്തത് മാറിപ്പോയോ? WA/WB 1/2 MB/MA 1/2. അപ്പോൾ നമുക്ക് ഇത് നേരെ തിരിഞ്ഞാ വരാം അല്ലേ. WA/WB അപ്പോൾ എത്ര കിട്ടും? ഇത് നേരെ തിരിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ചെയ്യുമ്പോൾ 1/2 ഈസ് ഈക്വൽ ടു എന്താ WA/WB ഇൻറ്റു MB/MA കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ MBയും MAയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവും MB ഈസ് ഈക്വൽ ടു 4 ടൈംസ് MA എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തതിലേക്ക് എടുക്കാം. The element that does not show positive oxidation state. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത എലമെന്റ് ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ. ഇലക്ട്രോനെഗറ്റീവ് ആയ ഫ്ലൂറിൻ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 മാത്രമേ ഉള്ളൂ. മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കില്ല. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe3O4. Fe3O4 എന്ന് പറയുന്ന എലമെന്റ് കോമ്പൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സോ സിമ്പിൾ ആണ്. ഓക്സിജന് -2 കൊടുത്തോ, ഇതിന് X കൊടുത്തോ. 3x plus 4 into -2, that is -8 is equal to 0. 3x is equal to 8, x is equal to 8/3. ഓപ്ഷൻ ഡി. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? ഇത് മിക്സ്ചർ ഓഫ് ഓക്സൈഡ് ആയിട്ടാണ്. FeOന്റെയും Fe2O3യുടെയും മിക്സ്ചർ ആയിട്ടാണ് അത് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത നെഗറ്റീവ് ഇലക്ട്രോഡ് ഓഫ് ഗാൽവാനിക് സെൽ. നിങ്ങൾക്കറിയാം ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അവിടെ നമ്മുടെ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ എപ്പോഴും എന്തായിരിക്കും? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിങ്ക് ആണെങ്കിൽ സിങ്ക് 2+ 2 ഇലക്ട്രോണും ആവും. അങ്ങനെ ഇലക്ട്രോൺ ആനോഡിന്റെ ഇലക്ട്രോഡിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ്. അപ്പൊ ആനോഡിന്റെ ചാർജ് എന്തായി മാറും? നെഗറ്റീവ് ആവും അല്ലേ. അപ്പോ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാന്ന് ചോദിച്ചാൽ ആനോഡാണ്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ പാർട്ടിലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് ബോത്ത് ഓക്സിഡന്റ് ആസ് വെൽ ആസ് റിഡക്റ്റന്റ്. ഓക്സിഡന്റ് ആയിട്ടും റിഡക്റ്റന്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് ആരാന്നാ ചോദിച്ചത്. ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. റിഡക്റ്റന്റ് എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇങ്ങനെ രണ്ടായിട്ടും ആക്ട് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ഹാവ് ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്ത് വേണം? ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. അങ്ങനെയാണ് ഓപ്ഷൻ ഇക്കാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ലൈവ് സെഷൻ ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇനി അടുത്ത ലൈവ് സെഷൻ ആയിട്ട് നിങ്ങൾക്ക് റോയ് തോം സാറ് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളാം. ഇതുവരെ എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് മറക്കണ്ട, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ ലിങ്കിൽ. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. എല്ലാവരും അതിൽ അംഗങ്ങളാവാം. താങ്ക് യു.
Hi my dear students, I am Roy Thomas, HOD Mathematics of Brilliant Study Center. And as all of you know, differential calculus is one of the very important major topics in any of the entrance examinations. So let's start directly. The first question is from limits, and this is the first question. Limit x tends to 0, 1 minus cos x by x square. And in limits, as far as an entrance examination is concerned, a very important method is the L'Hospital's rule. And the L'Hospital rules can be used when the direct substitution is either 0 by 0 or infinity by infinity. In 1 minus cos x by x square, suppose we have this limit. Limit x tends to 0, 1 minus cos x divided by x square. When you make direct substitution, cos 0 is 1. So it is 1 minus cos 0, 1 by 0 square. So that is 0 by 0 form. And when the direct substitution is 0 by 0 form, the L'Hospital rule, LHR. The LHR states that you differentiate the numerator and denominator separately and then take the limit. And remember that result, when the direct substitution is 0 by 0, you differentiate the numerator, differentiate the denominator and take the limit. So this is equal to limit x tends to 0. The derivative of 1 is 0. Derivative of minus cos x is sin x. And the derivative of x square is 2x. And limit x tends to 0, sin x by x is 1. Limit x tends to 0, sin x by x is 1. That all of you know. So this limit is equal to 1 by 2. This limit is equal to 1 by 2. So once again, remember, when the direct substitution results in 0 by 0, you differentiate the numerator, differentiate the denominator separately. I repeat, differentiate numerator and denominator separately. Never use the quotient rule. You separately differentiate numerator and denominator and then take the limit, and that will give you the answer. And that is a very important rule in an entrance examination. So that is question number 1. Now coming to question number 2, this is question number 2. Limit n tends to infinity, 4 raised to n plus 5 raised to n whole raised to 1 by n. And when n is infinity, 1 by infinity is 0. And here we have 4 raised to infinity. And any number greater than 1 raised to infinity is infinity, and if there is a number less than 1 raised to infinity, that is 0. So remember these two results. A number less than 1 raised to infinity is 0, and a number greater than 1 raised to infinity is infinity. That is in the case of limits. ഞാൻ ഈ പറയുന്ന എല്ലാം ലിമിറ്റിൻ്റെ സെൻസിൽ മാത്രമേ എടുക്കാവുള്ളൂ, ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം. And so a number raised to infinity can be finite. So remember this result, a number raised to infinity can be finite if the number is less than 1. So we have to convert these numbers into numbers less than 1. So we take a 5 raised to an outside. We take the 5 raised to an outside. So this is limit 10 tends to infinity. We take 5 raised to an outside, and if you take 5 raised to an outside, it will, the exponent will also come. So 5 raised to n raised to 1 by n, and this is 4 raised to n by 5 raised to n, that is 4 by 5 raised to n plus 1 raised to 1 by n plus 1 raised to 1 by n, and 5 raised to n raised to 1 by n is 5. And so this is limit 10 tends to infinity, 5 raised to n raised to 1 by n is 5. And remember, 4 by 5 is a number less than 1, and less than 1 raised to infinity. So when we put n is equal to infinity, 4 by 5 raised to infinity plus 1 raised to 1 by infinity. And 4 by 5 is a number less than 1. So this 4 by 5 raised to infinity is 0. Remember, a number less than 1 raised to infinity is 0. So it is 5 into 0 plus 1 raised to 1 by infinity is 0. So it is 5 into 1 raised to 0, that is equal to 5. And 5 is given in option A. Option A is the correct answer in question number 2. Now coming to question number 3. Limit x tends to infinity, please correct it as limit x tends to infinity, 1 plus 2 by x whole raised to 1 by x. You please correct it as limit x tends to infinity. Here you have to remember a very important result. Limit x tends to a, limit x tends to a
1 plus f of x raised to 1 by g of x is equal to e power limit x tends to way f of x by g of x if the direct substitution is 1 raised to infinity. When the direct substitution is 1 raised to infinity, if the limit is of this form, it is e power limit x tends to by f of x by g of x. And if the direct substitution is to be 1 raised to infinity, then f of x should tend to 0 and g of x should also tend to 0, so that it is 1 plus 0 raised to 1 by 0, that is 1 raised to infinity. Then the limit is an exponential limit, e power limit x tends to 0, x tends to be 1 plus f of x raised to 1 by g of x is e power limit of f of x by g of x. And here this is f of x. This is f of x. Instead of f of x we have 2 by x. And instead of g of x we have x. So this is e power limit x tends to infinity. Limit x tends to infinity. 2 by x divided by 1 by x. 2 by x divided by 1 by x. So this x get cancelled, so it is equal to e square. It is equal to e square. On direct substitution, it is become 2 by infinity 0, 1 and 1 by infinity 1 by infinity 0, 1 raised to infinity. So the limit is equal to e square. The limit is equal to e square. F of x and g of x separately. F of x tends to 0 and g of x also tends to, so it is equal to 1. E square is the right answer and option B is the correct answer in question number 2. Now coming to question number 3. Limit x tends to infinity 5x cube plus 7x square minus 6x plus 2 divided by 4x cube minus 6x square plus 2x plus 1. Here a very important result to be remembered, and that is under the heading limits of rational functions when x tends to infinity. ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെയും ഡിഗ്രി മാത്രം നോക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഗ്രി ആണെങ്കിൽ ഏറ്റവും വലിയ ഡിഗ്രിയുള്ള ടേംസിൻ്റെ കോയഫിഷ്യൻസ് ആയിരിക്കും ലിമിറ്റ്. So remember that result very clearly. If the numerator and denominator are polynomials, it's a rational function, and see whether the limit tends to infinity. And if the numerator and denominator are of the same degree, the limit is the coefficient of the terms, the ratio of the coefficient of the terms having the highest power. So option D is the correct answer in question number 4. Option D is the correct answer. 5 by 4 is the right answer. എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഗ്രി. ഇനി രണ്ട് കാര്യം കൂടി ഓർത്തിരുന്നോളുക. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി വലുതാണെങ്കിൽ ആ ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഈ 3ക്ക് പകരം ഇവിടെ 5 ആയിരുന്നെങ്കിൽ 4x raised to 5, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയാണ് വലുതെങ്കിൽ ആ ലിമിറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഒരു കാര്യം കൂടി ഓർത്തോളുക, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയാണ് വലുതെങ്കിൽ ആ ലിമിറ്റ് ഒന്നെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻഫിനിറ്റി ആകണമെങ്കിൽ ഏറ്റവും വലിയ പവറുള്ള ടേംസിൻ്റെ കോയഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കണം. ഏറ്റവും വലിയ പവറുള്ള ടേംസിൻ്റെ കോയഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ട്രിക്സ് നമുക്ക് ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് എഴുതാം. ഈ ലിമിറ്റ് കാണുമ്പോഴേ നമുക്ക് 5/4, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ഡിഗ്രിയാണ്, ലിമിറ്റ് 5/4. ഇനി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി വലുതായിരുന്നെങ്കിൽ ഈ ലിമിറ്റ് എപ്പോഴും 0 ആണ്. ഇനി ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി വലുതാണെങ്കിൽ അത് ഒന്നെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനത്തെ റിസൾട്ട്സ് നന്നായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ദർ. Now coming to question number 5, limit x tends to 0, limit x tends to 0, tan x minus sin x divided by x cube. ഇവിടെ നമുക്ക് എക്സ്പാൻഷൻ മെത്തേഡ്, സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. നമുക്കറിയാം tan എക്സിൻ്റെ എക്സ്പാൻഷൻ x plus x cube by 3 plus 2x raised to 5 by 15 plus etc. So this is equal to limit x tends to 0. This is the expansion of tan x. Tan x is equal to x plus x cube by 3 plus 2x raised to 5 by 15 plus etc. And sin x is equal to
x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus x raised to 7 by 7 factorial plus etc. ഇനി cos x ന്റെ എക്സ്പാൻഷൻ കിട്ടണമെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അതുപോലെ നമുക്ക് ലോഗ് എക്സ്, ലോഗ് 1 പ്ലസ് എക്സ്, ലോഗ് 1 മൈനസ് എക്സ്, ഇങ്ങനെ കുറേ ഫംഗ്ഷൻ, അത് ഏതെങ്കിലും ബുക്ക് നോക്കിയിട്ട് ഈ സീരീസ് എക്സ്പാൻഷൻസ് ഓഫ് ഫംഗ്ഷൻസ് നന്നായിട്ടൊന്ന് പഠിക്കുക. അത് നമുക്ക് പല ക്വസ്റ്റ്യൻസിലും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കേണ്ടത്, എക്സ്പാൻഷൻ മെത്തേഡിൽ സീരീസ് എക്സ്പാൻഷൻ്റെ എത്ര ടൈം എഴുതണമെന്നൊരു ക്വസ്റ്റ്യൻ വരും. അതിന് ഇത്ര ഓർത്താൽ മതി, ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടൈം വരും. ആൻഡ് ലിമിറ്റ് ആയിട്ട് വരുന്നത് ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടൈമിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. So this is equal to limit x tends to 0. This is equal to limit x tends to 0. Instead of tan x we write x plus x cube by 3. And denominator inde adhe power ulla time kitti. So the number of times is 2, that is sufficient. Minus ഇവിടെ ബാക്കി ടൈംസ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. സൈൻ എക്സ് ഈസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടൈം കിട്ടി, ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഇനി ഒന്നും ആലോചിക്കേണ്ട, ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടൈമിൻ്റെ കോയഫിഷ്യൻ്റ് ആയിരിക്കും ലിമിറ്റ്. ഈ എക്സും എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു, അപ്പോൾ എക്സ് ക്യൂബ് കട്ട് ചെയ്ത് പോകും. എക്സ് ക്യൂബ് കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ലിമിറ്റായിട്ട് വരുന്നത് 1/3. ഈ മൈനസ് മൈനസ് പ്ലസ് ആകും, 1/3 ഫാക്ടോറിയൽ, ദറ്റ് ഈസ് 1/3 പ്ലസ് 1/6, ദറ്റ് ഈസ് 1/2 ഈസ് ദ ലിമിറ്റ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തോളുക. സീരീസ് എക്സ്പാൻഷൻ ലോഗ് 1 പ്ലസ് എക്സ്, ലോഗ് 1 മൈനസ് എക്സ്, ഇ റൈസ് ടു എക്സ്, എ റൈസ് ടു എക്സ്, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, ഇതൊക്കെ ഏതെങ്കിലും ഒരു ബുക്ക് നോക്കി പഠിക്കാം. സീരീസ് എക്സ്പാൻഷൻ മെത്തേഡിൽ ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടേം വരെ എഴുതിയാൽ മതി. ഡിനോമിനേറ്ററിൻ്റെ അതേ പവറുള്ള ടേമിൻ്റെ കോയഫിഷ്യൻ്റ് ആയിരിക്കും. മീൻ ഹിയർ ദ ഡിനോമിനേറ്റർ ഈസ് എക്സ് ക്യൂബ് ആൻഡ് ഇൻ ന്യൂമറേറ്റർ വി ഫൈൻഡ് ദ കോയഫിഷ്യൻ്റ് ഓഫ് ദ ടേം whose power is x cube, whose power is 3, and that is the coefficient is 1/2, so the limit is equal to 1/2. And see what is the right answer. The right answer there is 1/2, and 1/2 is given in option C. So series expansion method നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏത് എൻട്രൻസ് എക്സാമിനും നിങ്ങൾക്ക് അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. And coming to question number 6, limit x tends to 0. Limit x tends to 0. A raised to x minus b raised to x divided by x. And see, when you put x equal to 0, a raised to 0 is 1, b raised to 0 is 1 by 0. Direct substitution 0 by 0. Question number 1 il ഞാൻ പറഞ്ഞിരുന്നല്ലോ, if the direct substitution is 0 by 0, we use LHR. What is LHR? The L-Hospital's rule. And according to the L-Hospital's rule, when the direct substitution is 0 by 0, you differentiate the numerator, differentiate the denominator, and then take the limit. So this is limit x tends to 0. The derivative of a raised to x is a raised to x log a, minus the derivative of b raised to x is b raised to x log b, divided by the derivative of x is 1. And you know d by dx of a raised to x is a raised to x log a. എല്ലാവർക്കും അറിയാമല്ലോ, d by dx of a raised to x is a raised to x log a. And what's the derivative of x raised to a? D by dx of x raised to a is a x raised to a minus 1. Why? I hope you remember the difference. And here a raised to x is an exponential function, whereas x raised to a is a polynomial. And the rate of change is different. So the derivative of a raised to x is different from that of x raised to a. Here it is a raised to x, and the derivative of a raised to x is a raised to x log a. So once you put x equal to 0, it is a raised to 0 is 1, so it is log a minus b raised to 0 is 1 log b, and we know log a minus log b is log a by b. Log a minus log b is log a by b. ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് log a മൈനസ് log b, പല കുട്ടികളും ഇത് എഴുതി വെക്കും log a by log b. It is not log a by log b, it is logarithm of a by b. It is not log a by log b, but it is logarithm of a. Logarithm of a by b. Log a by log b, and that is question number 6. Now coming to question number 7, limit n tends to, please correct it as limit n tends to infinity, nc3 minus np3 divided by n cube. And that can be written as limit n tends to infinity,
nc3 by n cube minus np3 by n cube. Here you must remember two standard results. Limit n tends to infinity, npr by n raised to r is equal to 1. This by heart. Limit n tends to infinity, ncr by n raised to r is 1 by r factorial. This is standard results. We will class prove limits of rational functions when n tends to infinity എന്ന ടോപ്പിക്കിൽ നമ്മൾ ക്ലാസ്സിൽ പ്രൂവ് ചെയ്യുന്ന റിസൾട്ടാണ്. അപ്പോൾ ഈ റിസൾട്ട് നമുക്കറിയാം. npr by n raised to r is 1. So what is np3 by n raised to 3? np3 by n raised to 3, this limit is 1. The second limit is 1. And ncr by n raised to r is 1 by r factorial. Here r is equal to 3. So the first limit is 1 by 3 factorial. So it is 1 by 6 minus 1, that is 1 minus 6 minus 5 by 6. See, അപ്പോൾ ഇങ്ങനത്തെ റിസൾട്ട് ലിമിറ്റ്സ് എന്ന ടോപ്പിക്ക് കുറേ റിസൾട്ടുകളുണ്ട്. ഈ റിസൾട്ടുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോഴേ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ടൈം ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ രണ്ട് റിസൾട്ട് അറിയാവുന്നവർക്ക് 10 സെക്കൻഡ് മതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ ദി ആൻസർ ഈസ് ഈക്വൽ ടു minus 5 by 6. Now coming to question number 8, limit x tends to 0, and you know this limit x tends to 0, sin x by x is 1, sin x by x is equal to 1, and limit x tends to 0, tan x by x is equal to 1, tan x by x is equal to 1. അപ്പോൾ നമുക്കറിയാം ഈ ലിമിറ്റിനെ കോട്ടെക്സിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം, ടാൻ ആക്കാം. ഈ കോട്ട് സ്ക്വയറിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം, ടാൻ സ്ക്വയർ ആകാം. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഇൻറ്റു ഈ കോട്ട് സ്ക്വയറിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം, അപ്പം ടാൻ സ്ക്വയർ 2x ആകാം, ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു ഈ കോട്ട് 4xനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം, അപ്പം ടാൻ 4x ആകും, ടാൻ 4x ആകും. ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സിൻ്റെ ലിമിറ്റ് 1 ആകണമെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ x സ്ക്വയർ വരണം. ടാൻ 4xൻ്റെ ലിമിറ്റ് 1 ആകണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 4x വരണം. ആൻഡ് ടാൻ സ്ക്വയർ 2xൻ്റെ ലിമിറ്റ് 1 ആകണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 2xൻ്റെ സ്ക്വയർ വരണം. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ലിമിറ്റുകളിലേക്ക് കൊണ്ടുവരിക. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ 2x ഹോൾ സ്ക്വയർ. 2x ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉടനെ കോമ്പൻസേറ്റ് ചെയ്യാൻ 2x ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സിനെ ലിമിറ്റ് 1 ആക്കാൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, സ്റ്റാൻഡേർഡ് ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ. എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടാൻ 4x 1 ആകാൻ വേണ്ടി 4x കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4x കൊണ്ട് ഡിവൈഡ് ചെയ്തത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ഇനി നമുക്കറിയാം ഈ ലിമിറ്റ് 1 ആണ്, ടാൻ സ്ക്വയർ 2x ബൈ ടാൻ 2x ഹോൾ സ്ക്വയർ 1 ആണ്. ഈ ലിമിറ്റ് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ്, 1 ആണ്. ഈ ലിമിറ്റ് സ്റ്റാൻഡേർഡ് ലിമിറ്റ് 1 ആണ്. സോ ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്ററിൽ ഇത് 4x സ്ക്വയർ ഇൻറ്റു എക്സ് 4x ക്യൂബ് വരും, ഡിനോമിനേറ്ററിലും 4x ക്യൂബ് വരും. ആൻഡ് 4x ക്യൂബ് ബൈ 4x ക്യൂബ് ഈസ് ഈക്വൽ ടു 1. സോ ദി ആൻസർ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ദറ്റ് ഈസ് ഗിവൺ ഇൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ രണ്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ. ഇവിടെ ഒരു കാര്യം ഓർത്തണം, ലിമിറ്റ് 1 ആകണമെങ്കിൽ സൈനിൻ്റെ ആംഗിൾ ആരാണോ അത് തന്നെ ഡിനോമിനേറ്ററിലും വരണം, അത് തന്നെ 0യിലേക്ക് ടെൻഡ് ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ 1/x ഡിവൈഡഡ് ബൈ 1/x. ഒരുപാട് സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരുന്നതാണ്. ഈ ലിമിറ്റ് 1 എന്ന് എഴുതി വെക്കും. ഒരിക്കലും ഓർത്തണം, ദിസ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1 ബിക്കോസ് സൈനിൻ്റെ ആംഗിൾ 1/x ആണ്, സൈനിൻ്റെ ആംഗിൾ 1/x ആണ്, ഡിനോമിനേറ്റർ 1/x ആണ്, പക്ഷേ 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നത് x ആണ്. സോ ദാറ്റ് കനോട്ട് ബി 1/x, ബട്ട് ദിസ് ലിമിറ്റ് ഈസ് 0. Whereas this limit is 1. Limit 1/x tends to 0. 1/x tends to 0. Sin 1/x divided by 1/x. അപ്പോൾ ആ ഡിഫറൻസ് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തോണം. സൈനിൻ്റെ ആംഗിൾ ആരാണോ അത് തന്നെ ആയിരിക്കണം, ഡിനോമിനേറ്റർ അത് തന്നെ ആയിരിക്കണം 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ ലിമിറ്റ് 1 ആവുള്ളൂ. ആ റിസൾട്ടും കൂടി ഓർത്തിരിക്കും. Now we have this question. The domain of f of x is equal to sin inverse log x by 3 to the base 3.
നമുക്കറിയാം സൈനിൻ്റെ മിനിമം വാല്യൂ -1 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ലോഗ് x/3 ടു ദ ബേസ് 3 അത് -1നും +1നും ഇടയ്ക്കായിരിക്കണം. ലോഗ് x/3 ടു ദ ബേസ് 3 -1നും +1നും ഇടയ്ക്കായിരിക്കും. ഇനി എല്ലാവരെയും 3യുടെ പവറിലേക്ക് റേസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് 3 റൈസ് ടു -1 less than or equal to 3 raised to log x/3 to the base 3 less than or equal to 3 raised to 1. And all of you know that a raised to log f of x to the base a is equal to f of x. ഈ റിസൾട്ട് കാണാതെ പിടിച്ചു വെക്കാം. 3 raised to or 5 raised to logarithm of sin x to the base 5. Sin x to the base 5 is equal to sin x. ലോഗരിതത്തിൻ്റെയും എക്സ്പൊണൻറ്റിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കുക, ഈ റിസൾട്ട് ഓർത്തിരിക്കുക. സോ ഹിയർ ദ ബേസ് ഓഫ് ദ ലോഗരിതം ഈസ് 3 ആൻഡ് ദ ബേസ് ഓഫ് ദി എക്സ്പൊണൻറ്റ് ഈസ് ഓൾസോ 3 ആൻഡ് 3 റൈസ് ടു -1 ഈസ് 1/3 less than or equal to this is nothing but x/3 less than or equal to 3 and multiply every term by 3. So it is 1 less than or equal to x less than or equal to 9, multiplying all terms by 3. So the domain is the closed interval 1, 9. Domain is the closed interval 1, 9. The domain is the closed interval 1, 9 and option B is the correct answer. Domain is the closed interval 1, 9 and option B is the correct answer. And we have this question number 11. F of x is equal to x into 4 raised to x minus x divided by 2x square when x not equal to 0 equal to k by 2 when x equal to 0. The value of k so that f of x is continuous at x equal to 0. And we have this famous theory, continuous at x equal to 0 means continuous at x equal to 0. What's the famous theory? It is limit x tends to 0, f of x is f of 0. F of 0. And all of you know that theory, if f of x is continuous at x equal to a, the function should be defined at that point and limit x tends to a, f of x should be equal to f of a. So f of 0 and f of 0 is given to be k by 2. F of 0 is given to be k by 2. And limit x tends to 0, f of x is limit x tends to 0, x into 4 raised to x minus x divided by 2x square. This is limit x tends to 0, f of x. And according to the question, it is given to be k by 2. What is the first step? We can do two things in the first step. We can cancel this 2 and 1x can be cancelled. 2 get cancelled from both sides and 1x cancelled from both sides. So it is limit x tends to 0, 4 raised to x minus 1 by x is equal to k. And the limit of the left side all of you know, because it's a very famous limit. Limit x tends to 0, a raised to x minus 1 by x and that limit is equal to log a. അപ്പോൾ ക്ലാസ്സിൽ തന്നിട്ടുള്ള ലിമിറ്റുകളുടെ റിസൾട്ടുകളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടേ എക്സാമിന് പോയേക്കാവുള്ളൂ. ലിമിറ്റുകൾ കുറേ റിസൾട്ട് ഉണ്ട്, സീരീസ് എക്സ്പാൻഷൻസ് ഉൾപ്പെടെയുള്ള ലിമിറ്റുകളുടെ മെത്തേഡ് എല്ലാം പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. സോ ഇഫ് ദിസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എ, what about this limit? It is equal to logarithm of 4. This limit is equal to logarithm of 4 and logarithm of 4 is k. So k is equal to log 4 is log 2 square and log 2 square can be written as 2 log 2. Log 2 square can be written as 2 log 2 and 2 log 2 is given in option C is the correct answer. In this question, option C is the correct answer. Now in question number 12, f of x is equal to x plus 1 raised to cot x is continuous at x equal to 0. Again our famous result, continuous at x equal to 0. Continuous at x equal to 0 means limit x tends to 0, f of x is equal to f of 0. And we are asked to find f of 0. So f of 0 is given by this limit. F of 0 is this limit. Therefore f of 0 is equal to limit x tends to 0, x plus 1 raised to cot x. And I hope you remember this method. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതാ. What about this method? It is 1 plus f of x raised to 1 by g of x form. So it is limit x tends to 0,
limit x tends to 0, 1 plus x raised to, instead of cot x we can write 1 by tan x. See, it is in the form 1 raised to infinity, 1 plus 0 by 1 by 0. It is in the form 1 raised to infinity. So it is e raised to limit x tends to 0, f of x is x and g of x is tan x. And we know x by tan x by x limit to 1 ആണ്. X by tan x and tan x by x, the limit is equal to 1. So it is e raised to 1, so the limit is equal to e. The limit is equal to e, and what is if it is continuous, the value of f of 0 should be e, and that is option A is the correct answer. Coming to question number 13, f of x is equal to e raised to x minus 1 whole square divided by sin x by a into log 1 plus x by 4 when x not equal to 0, and it is 12 when x equal to 0. We are asked to find the value of a so that f of x is continuous at x equal to 0. Continuous at x equal to 0 means limit x tends to 0. F of x is f of 0 and f of 0 is given to be 12. And we can write limit x tends to 0, f of x is equal to e raised to x minus 1 whole square divided by sin x by a into logarithm of 1 plus x by 4. Sin x by a into logarithm of 1 plus x by 4. E raised to x minus 1 whole square divided by sin x by a into log 1 plus x by 4. So this is equal to limit, and according to the question this limit is equal to 12. According to the question this limit is equal to 12. So this limit x tends to 0. E raised to x minus 1 in your x കൊണ്ട് divide ചെയ്തു. ഹോൾ സ്ക്വയറിനകത്തായതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സൈൻ എക്സ് ബൈ എയെ ലിമിറ്റ് 1 ആകാൻ സ്റ്റാൻഡേർഡ് ഫോമിലാകാൻ ഒരു എക്സ് ബൈ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എക്സ് ബൈ എ കൊണ്ട് ഡിവൈഡ് ചെയ്തത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് ബൈ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലോഗരിതം ഓഫ് 1 പ്ലസ് എക്സ് ബൈ 4നെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആകാൻ വേണ്ടി എക്സ് ബൈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Divide ചെയ്തു, compensate ചെയ്യാൻ വേണ്ടി x by 4 കൊണ്ട് multiply ചെയ്തു. And according to the question this limit is equal to 12. Sin x by x ന്റെ ലിമിറ്റ് എല്ലാവർക്കും അറിയാം 1 ആണ്. അതിൻ്റെ കൂടി ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് കൂടി പഠിച്ചു വെക്കുക. e raised to x minus 1 by x is 1 and limit x tends to 0. Logarithm of 1 plus x by x is equal to 1. Logarithm of 1 plus x by x is equal to 1. ഈ രണ്ട് സ്റ്റാൻഡേർഡ് ലിമിറ്റുകൾ കൂടി പഠിച്ചു വെക്കാം. ആൻഡ് e raised to x minus 1 whole square is 1, so this is limit x tends to 0. 1 into x square divided by 1 into x by a into 1 into x by 4 is equal to 12. അപ്പോൾ ഒരു എക്സ് സ്ക്വയർ ഇവിടെ കട്ട് ചെയ്തു പോയി, ഒരു എക്സ് സ്ക്വയറും കൂടി കട്ട് ചെയ്തു പോയി. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. ആൻഡ് 4a will go to the numerator. So 4a is equal to 12 and 4a is equal to 12 means a is equal to 3. See, the value of a is equal to 3 and the right option is a is equal to 3 is given in option C is the correct answer in question number, that is question number 13. And question number 14, f is from R to R such that it is 5 when x is less than or equal to 1, a plus bx between 1 and 3, b plus 5x between 3 and 5, and 30 when x is greater than 5. Then which of the following is true? നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ അറിയാം കണ്ടിന്യൂറ്റി ഇടുക. ആൻഡ് ദിസ് ഈസ് എ പീസ് വൈസ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ പീസാക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ എവിടെ വെച്ച് പീസാക്കിയിരിക്കുന്നോ അതിൻ്റെ റൈറ്റും ലെഫ്റ്റും ലിമിറ്റ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഇതിനെ പീസാക്കിയിരിക്കുന്ന 1ലും 3ലും 5ലും വെച്ച്. അപ്പോൾ ഇത് 1ൻ്റെ ലെഫ്റ്റ്, ഇത് 1ൻ്റെ റൈറ്റ്, ഇത് 3യുടെ ലെഫ്റ്റ്, ഇത് 3യുടെ റൈറ്റ്, ഇത് 5ൻ്റെ ലെഫ്റ്റ്, ഇത് 5ൻ്റെ റൈറ്റ്. അപ്പം 5 എഫ് ഓഫ് 1 മൈനസിലെ ലിമിറ്റ്, 1 മൈനസിലെ ലിമിറ്റ് എന്ന് പറയുന്നത് 5. ആൻഡ് എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറയുന്നത് ഇത് ഇവിടെ എക്സിന് 1 എന്ന് കൊടുത്താൽ ഇറ്റ് ഈസ് എ പ്ലസ് ബി.
എ പ്ലസ് ബി ഇവർ ഈക്വൽ ആയിരിക്കണം. ദറ്റ് ഈസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 ആയിരിക്കണം. ദറ്റ് ഈസ് ഇക്വേഷൻ 1. ആൻഡ് ഇത് 3 മൈനസ് എന്ന് പറയുന്നത് ഇവിടെ എക്സിന് 3 എന്ന് കൊടുത്താൽ എ പ്ലസ് 3b ഇത് എഫ് ഓഫ് 3 പ്ലസ് ഇവിടെ എക്സിന് 3 എന്ന് കൊടുത്താൽ ബി പ്ലസ് എക്സിന് 3 എന്ന് കൊടുത്താൽ ബി പ്ലസ് 15. ദറ്റ് ഈസ് എ പ്ലസ് 2b ഈസ് ഈക്വൽ ടു 15. ദറ്റ് ഈസ് ഇക്വേഷൻ 3. ഇനി ഇത് 5ന്റെ ലെഫ്റ്റ്, ഇത് 5ന്റെ റൈറ്റ്. 5ന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എക്സിന് 5 എന്ന് കൊടുത്താൽ ബി പ്ലസ് 25. ഇതാണ് 5ന്റെ റൈറ്റ്. അവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. ദിസ് ഈസ് ഇക്വേഷൻ 3. ആൻഡ് ഫ്രം 3 വി ഹാവ് ബി ഈസ് ഈക്വൽ ടു 5. ഫ്രം 3 വി ഹാവ് ബി ഈസ് ഈക്വൽ ടു 5. അപ്പം നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് B5 എന്ന് കിട്ടി. B5 ആണെങ്കിൽ ഫ്രം 1a ഈസ് ഈക്വൽ ടു 0. അപ്പം B5 A0 എന്ന് കിട്ടി. ഉടനെ നമ്മൾ ഇവിടേക്ക് നോക്കും A0 B5 ഓപ്ഷൻ എ എന്ന് എഴുതിയിട്ടും പോരും. അങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചു. പക്ഷെ നമുക്ക് ഒരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു. A0യും B5ഉം കൊടുത്താൽ സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പം ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനും ഇല്ല. നമുക്കറിയാം 2 വേരിയബിളും 3 ഇക്വേഷനും കൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ 2 വേരിയബിളും 3 ഇക്വേഷനും കൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം സോൾവ് ചെയ്ത് കിട്ടുന്നത് മൂന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇവിടെ അത് നടക്കുകയില്ല. സോ ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ വാല്യൂ ഓഫ് എ ആൻഡ് ബി വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദ 3 ഇക്വേഷൻ. സോ വാട്ട്സ് ദ കൺക്ലൂഷൻ? ദ ഫംഗ്ഷൻ ക്യാൻ നോട്ട് ബി കണ്ടിന്യൂസ് ഫോർ എനി വാല്യൂ ഓഫ് എ ആൻഡ് ബി. 3 ഇക്വേഷൻ ഉണ്ട്. 2 എണ്ണം സോൾവ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കിട്ടി. അത് മൂന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്യില്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ വാല്യൂ ഓഫ് എ ആൻഡ് ബി വിച്ച് സാറ്റിസ്ഫൈസ് ഓൾ ദ 3 ഇക്വേഷൻസ്. ആൻഡ് ഇങ്ങനത്തെ പീസ് വൈസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എവിടെ വെച്ച് പീസ് ആക്കിയിരിക്കുന്നോ അതിൻ്റെ റൈറ്റും ലെഫ്റ്റും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ എയുടെയും ബിയുടെയും ഒരു വാല്യൂവിന് പോലും കണ്ടിന്യൂസ് ആകാനായിട്ട് പറ്റത്തില്ല. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 15. f of x is equal to x into root x minus root of x plus 1, then which of the following is true for? It is continuity and differentiability. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് എൻട്രൻസ് എക്സാമിന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കി കിട്ടുന്ന ആൻസർ ഫൈനൈറ്റ് ആണെങ്കിൽ എല്ലാം പ്രൂവ് ചെയ്തു. ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഐ റിപ്പീറ്റ് ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇഫ് യു ആർ ആസ്ക്ഡ് ടു ടെസ്റ്റ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ ഫംഗ്ഷൻ and if you are able to differentiate that function, simply differentiate it and put the given value. And if that is a finite number, that function is continuous and differentiable everywhere. So we differentiate this function using the product rule. F dash x is equal to first function x derivative of second function 1/2 root x minus root of x plus 1 plus second function root x minus root of x plus 1 root of x plus 1. This is the derivative. So we simplify the first term. So f dash x is equal to root x by 2 minus x by root of x plus 1 plus root x minus root of x plus 1 plus root of x plus 1. So we put x equal to 0. It is 0 minus 0 plus 0 minus 1. So that is minus 1. So that is fine. അപ്പോൾ ഇങ്ങനത്തെ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകൾ നന്നായിട്ട് ഓർത്തിരിക്കുക. So it is a very important result. If you want to check the differentiability, differentiate that, put that value. If the result turns out to be a finite number, the function is continuous and differentiable at that point. So it is continuous and differentiable at x equal to 0. So option A is the right answer in that question. Option A is the correct answer.
അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇപ്പം നമുക്ക് സമയമുള്ളൂ. ഇനി വേറൊരു സെക്ഷനിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി വരെ ആയുള്ളൂ. ഡിഫറൻസിയേഷനെ കുറിച്ചും ഡിഫറൻഷ്യബിലിറ്റിയുടെ കൂടെ റൈറ്റ് ഡെറിവേറ്റീവ്, ലെഫ്റ്റ് ഡെറിവേറ്റീവ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ വേറൊരു സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ റിസൾട്ട്സ് അതെല്ലാം നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക. സോ താങ്ക് യു വെരി മച്ച്. ഉടനെ തന്നെ ശിവൻ സാറിൻ്റെ ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും 9 മണിക്ക് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ലൈവ് സെക്ഷന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് കൺവേ ചെയ്യുന്ന ഒരു ലൈവ് സെക്ഷനാണ് ശിവൻ സാറിൻ്റെ. അപ്പോൾ എല്ലാവരും ആ ലൈവ് സെക്ഷനും അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് പിന്നീട് വീണ്ടും കാണാം.